Meet the editors. നമസ്കാരം. പ്രതിദിന വാർത്താവിശകലന പരിപാടി മീറ്റ് ദ എഡിറ്റേഴ്സ് ഒരു ചെറിയ ഇടവേളയ്ക്കു ശേഷം വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. രാജ്യം പകച്ചുപോയ ദുരന്തമുഖത്ത് വാർത്തയിലൂടെയും വാർത്തയ്ക്കപ്പുറവുമുള്ള റിപ്പോർട്ടറിന്റെ ഇടപെടൽ ദൃശ്യമാധ്യമ രംഗത്ത് പ്രിയപ്പെട്ട പ്രേക്ഷകർ അനുഭവിക്കുകയാണ്. ഒരാഴ്ച മുമ്പ് ആ നാടിനെ ഉരുൾ വിഴുങ്ങിയത് മുതൽ റിപ്പോർട്ടറിന്റെ വാർത്താ ആസ്ഥാനം മുണ്ടക്കൈയിലേക്ക് മാറി. പുനരധിവാസത്തിന് മുന്നിട്ടിറങ്ങിയ റിപ്പോർട്ടർ മാനേജ്മെന്റ് ദുരന്തബാധിതരെ ഒരു വാർത്താ മാധ്യമത്തിന് സാധിക്കുന്നതിനപ്പുറം ചേർത്തു പിടിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം. ജീവൻ നഷ്ടമായത് 350-ലേറെ പേർക്ക്. ജീവനുണ്ടെങ്കിലും മരിച്ചതുപോലെ മരവിച്ചു പോയത് ആയിരങ്ങൾ. ദുരന്തത്തിന്റെ പൂർണ്ണമായ വ്യാപ്തി ലോകത്തെ അറിയിച്ചത് റിപ്പോർട്ടറിന്റെ ക്യാമറ കണ്ണുകൾ. വെള്ളാർമല ചൂരൽമലയോട് ചേർന്ന പ്രദേശത്താണ് ഇപ്പോൾ വന്നുകൊണ്ടത്. ഇവിടെ കാണാം ഈ മണ്ണ് ഉരുൾപൊട്ടലിൽ വന്ന ചെളി വന്ന് അടിഞ്ഞുകൂടി. അതെ, തീർച്ചയായും ഉണ്ട്. വലിയ ശബ്ദം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാറിപ്പോകുന്നത്. വീണ്ടും ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനാവുന്നത്. ആദ്യ മണിക്കൂറിൽ പകച്ചുപോയ രക്ഷാപ്രവർത്തനത്തിന് ദിശ നൽകിയ തത്സമയ വാർത്താ ഇടപെടലുകൾ. ഉരുൾമുഖത്തുപെട്ട ചൂരൽമല വാർഡ് മെമ്പർ CK നൂറുദ്ദീൻ സഹായത്തിനായി വിളിച്ചത് റിപ്പോർട്ടർ ഹെൽപ്പ് ഡെസ്കിൽ. സാറേ, ഞങ്ങൾ 250 പേര് ഇവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും രീതിയിലൊന്ന് രക്ഷപ്പെടുത്ത എന്തെങ്കിലും എല്ലാത്തൊരു അവസ്ഥയിലാണുള്ളത്. സാറ് ഞങ്ങളെ രക്ഷിക്കണം. കർണാടക ഒരു വാർത്താ ചാനലിന്റെ എഡിറ്റോറിയൽ ടീമും മാനേജ്മെന്റും ഒന്നാകെ ദുരന്ത ഭൂമിയിലെത്തി കൈത്താങ്ങായത് ഇന്ത്യൻ ദൃശ്യമാധ്യമ രംഗത്തെ അപൂർവത. ദുരന്തത്തിന്റെ വ്യാപ്തി പുറത്തറിയിക്കുന്നതിനൊപ്പം ദുരന്തബാധിതരുടെ പ്രയാസങ്ങളിൽ ഇടവേളകളില്ലാത്ത ഇടപെടൽ. വരുന്നു എന്ന വാക്ക് വെറുതെ ആയിരുന്നില്ല. മുട്ടുമലയിൽ കുടുങ്ങിയ 80ഓളം വരുന്ന മധ്യപ്രദേശിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഇവർ. അത് എത്ര കാലത്തെ സ്വപ്നമായിരിക്കും. അതെല്ലാമാണ് ഈ ഉരുള് പൊട്ടി പാറകളെല്ലാം ഒലിച്ചെത്തി തകർത്ത് കളഞ്ഞത്. അവന്തിക എന്ന കുഞ്ഞിന്റെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ 9 പേർ, കുടുംബത്തിൽ 9 പേർ നഷ്ടപ്പെട്ടതാണ്. കുഞ്ഞിപ്പോഴും അതറിയില്ല. ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ അവരെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഉരുൾപൊട്ടലുണ്ടായ മേഖലയുടെ തൊട്ട് ചേർന്നുള്ള ഭാഗത്തായിരുന്നു ഈ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്തിരുന്നത്. 24 മണിക്കൂറും തുറന്നുവെച്ച സഹായ കേന്ദ്രമായി റിപ്പോർട്ടറിന്റെ കളമശ്ശേരിയിലെ ന്യൂസ് ഡെസ്ക് മാറി. കാണാനില്ലാത്തവരെ പറ്റിയുള്ള വിവരങ്ങൾ തത്സമയം അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. മരിച്ചെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരെ വാർത്ത വന്ന മനുഷ്യർ അങ്ങനെയല്ലെന്ന് തത്സമയം സാക്ഷ്യപ്പെടുത്തിയത് റിപ്പോർട്ടറിലൂടെ. അപ്പോൾ അതിൽ ആ ഫോട്ടോയിലുള്ള ഞാൻ സേഫാണ്. പിന്നെ ചേച്ചിമാര് രണ്ടാളും അവിടെ ഇല്ല. ഒരാൾ പുൽപ്പള്ളി, പിന്നെ അതുപോലെ ഒരാൾ തിരുവനന്തപുരത്താണ് ഉള്ളത്. മനുഷ്യരിലേക്ക് മാത്രം തിരിച്ചു വെച്ചില്ല ഞങ്ങളുടെ ക്യാമറ. മിണ്ടാപ്രാണികൾക്ക്, മൃഗങ്ങൾക്ക് തണലായി. ഇവരെ നമുക്ക് അടിയന്തരമായി തന്നെ താഴേക്ക് എത്തിക്കേണ്ടതുണ്ട്. ആ വാഹനം തടഞ്ഞു നിർത്തി ആ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാൻ വേണ്ടി കഴിയുമോ എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അവരുടെ ഒരു ആവശ്യം, അവർക്ക് ആ പശുക്കളെയും പറ്റുമെങ്കിൽ ആ തൊഴുത്തും ഒന്ന് നന്നാക്കി കിട്ടണം എന്നൊരാഗ്രഹമുണ്ട്. 37,500 രൂപ വെച്ച് വലിയ പശുവിന് കൊടുക്കാൻ പറ്റും. ചെറിയ പശുവിന് 20,000 രൂപ വെച്ച് കൊടുക്കാൻ പറ്റും. 24 മണിക്കൂറും തത്സമയം ഇടവേളകളില്ലാതെ വയനാട്ടിലേക്ക് ക്യാമറ തുറന്നുവെച്ച ഒരേയൊരു വാർത്താ ചാനൽ റിപ്പോർട്ടറാണ്. കണ്ണിമ ചിമ്മാതെ, ക്ഷീണം തളർത്താതെ, ഉറങ്ങാതെ റിപ്പോർട്ടർമാർ ദുരന്ത ഭൂമിയിൽ നിന്ന് തത്സമയം. ഒരുപാട് ഉറക്കം മുളച്ച് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ തന്നെ ശരീരത്തിന്റെ ബാലൻസ് തെറ്റി നമ്മൾ മറിഞ്ഞു പോകാറുണ്ട് പലപ്പോഴും. നമുക്ക് അത്രത്തോളം ഉറക്കം നമ്മുടെ കണ്ണുകളെ ബാധിച്ച് നമുക്ക് ബാലൻസ് ഇല്ല. ആ നായയുടെ ദൃശ്യം വാർത്ത അറിയിക്കുക എന്ന പ്രധാന ധർമ്മത്തിനപ്പുറത്തേക്ക് ഒരു മാധ്യമത്തിന് എന്തൊക്കെ ചെയ്യാനാകും എന്നതിന്റെ സമാനതകളില്ലാത്ത മാതൃകയാണ് റിപ്പോർട്ടർ മാനേജ്മെന്റ് ആദ്യഘട്ടത്തിൽ തന്നെ നടത്തിയത്. സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ വേണ്ട സഹായങ്ങൾ എല്ലാ റിപ്പോർട്ടർ ടീം കൂടി ചേർന്ന് സഹായിച്ച് ഭാവിയിൽ മുന്നോട്ട് വേണ്ട എല്ലാ സഹായങ്ങളും പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാവും. പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ദുരന്തബാധിതരുടെ ആശങ്കയുടെ ആഴം മനസ്സിലാക്കിയ വയനാട്ടുകാർ കൂടിയായ റിപ്പോർട്ടർ TV മാനേജ്മെന്റ് പിന്നീട് നടത്തിയ പ്രഖ്യാപനം മാധ്യമ മേഖലയിലെ പകരം വെക്കാനില്ലാത്ത മാതൃകയാണ്. ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഒരു 150 ഏക്കർ സ്ഥലം എടുക്കുക. അതിൻ്റെ അകത്ത് ഒരു 300 വീടുകളാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. അതുകൂടാതെ നമുക്കൊരു 300 വീടോളം അതിനോട് ചേർന്നിട്ട് ഈ പറഞ്ഞ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും. എല്ലാം കൂടി ഒരു 10-600 വീട് അതിനോടനുബന്ധിച്ച സംവിധാനങ്ങളാണ് ഈ പറഞ്ഞ ചൂരൽമല എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ ഇതേ സെയിം ചൂരൽമല വേറൊരു സ്ഥലത്ത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ എന്ത് പ്രപ്പോസൽ വെച്ചാൽ അതിൻ്റെ കൂടെ നിൽക്കാൻ റിപ്പോർട്ടർ TV തയ്യാറാണ്. വയനാടിനൊപ്പം ഉറച്ചു നിൽക്കുകയാണ് റിപ്പോർട്ടർ. വിവിധ മേഖലകളിലുള്ളവരുടെ പ്രശ്നങ്ങളിൽ സമചിത്തതയോടെയുള്ള ഇടപെടലുകൾ.
പരിഹാരം? ഹോൾഡ് ചെയ്യാമോ? അവിടെ നമ്മൾ ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെ അങ്ങോട്ടേക്ക് അയക്കാം. അവിടെ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് അത് പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്താം. ദുരന്തബാധിത മേഖലയിൽ രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ലെന്ന റിപ്പോർട്ടർ വാർത്തയിൽ ഇടപെട്ട സർക്കാർ. സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം നൽകുന്നതിന് തടസ്സമില്ലെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വാർത്താ റിപ്പോർട്ട് അവസാനിപ്പിക്കുമ്പോൾ 2 ദൃശ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ്. ദുരന്തഭൂമിയിൽ എന്തായിരുന്നു റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം എന്നതിന്റെ അടയാളപ്പെടുത്തൽ. ഞാൻ ഇയാളെ തേടിയാ വന്നത്. ശരിക്കും തേടിയാൾ വന്ന് അപ്പോൾ ഞങ്ങൾ ആ ടെലിവിഷനിൽ സംസാരിച്ചത് കണ്ടോ? ഇല്ല, ഇതെല്ലാവരും കൂടി ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ട്. കണ്ടില്ലേ, ഒരു തീർത്ഥാടനത്തിന് പോകുന്ന പോലെയല്ലേ ആളുകൾ വരുന്നത്. മന്ത്രിയാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പശുവിനെ ഒക്കെ തിരിച്ചു കിട്ടും കേട്ടോ. 7 പശുവല്ലേ ഉള്ളൂ. നമ്മളാ ഇവരാരോ ഇവിടുന്ന് എങ്ങോട്ട് ഇറങ്ങി പോകുന്നൊക്കെ. അങ്ങനെ ഒറ്റക്കൊന്നും ആവൂലമ്മ, നമ്മളെല്ലാരും ഇല്ലേ. അങ്ങനെ ആരെങ്കിലും ഒറ്റക്കാവോ? നമ്മളൊക്കെ മക്കളായിട്ട് തന്നെ കണ്ടാ പോരെ. പ്രിയപ്പെട്ട മനുഷ്യരെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഒപ്പമുണ്ട് കേരളം, ഒപ്പമുണ്ട് റിപ്പോർട്ടർ. പ്രിയപ്പെട്ടവരെ, ചോദ്യം ഇതാണ്: പുനരധിവാസം വേഗത്തിലാവണ്ടേ? റിപ്പോർട്ടറിൻ്റെ മാനേജ്മെൻറ്റ് ടീം വയനാടുകാരാണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് ഇതിനകം തന്നെ മനസ്സിലായിട്ടുണ്ട്. പല മാധ്യമങ്ങളും അത് ഇന്നിപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ വഴി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ആൻറ്റോ അഗസ്റ്റിൻ അറിയുന്ന സ്ഥലമാണ്. ആൻറ്റോ അഗസ്റ്റിൻ അത് എനിക്ക് തോന്നുന്നു നമ്മൾ പുഞ്ചിരിമട്ടത്ത് നിൽക്കുമ്പോഴാണ് ആൻറ്റോ അഗസ്റ്റിൻ ഈ ഒരു പദ്ധതിയെക്കുറിച്ച് ആദ്യം സൂചന നൽകുന്നത്. അതിനു മുമ്പ് ആൻറ്റോ അഗസ്റ്റിൻ ആലോചിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായി. പക്ഷേ അലവിയുടെ മുന്നിൽ അലവി വിതുമ്പുന്ന സമയത്താണ് ആൻറ്റോ അഗസ്റ്റിൻ പറയുന്നത് ഈ റിപ്പോർട്ടർ ഇങ്ങനെ ഒരു പദ്ധതി ഇടുന്നുണ്ട്, ഈ സർക്കാരിൻ്റെ ഈ ഒരു പദ്ധതിയുമായി നമ്മൾ സഹകരിക്കാൻ തയ്യാറാണ്. 150 ഏക്കർ, 300 പേർക്ക് വീട്, 15 സെൻറ്റ് എന്നുള്ളൊരു വലിയൊരു പദ്ധതി കൃത്യമായി പറയുന്നു. സർക്കാർ ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു ധാരണയാണ് മുന്നോട്ട് വെച്ചത്. കുറച്ചുകൂടി സ്പെസിഫിക് ആക്കി ആൻറ്റോ അഗസ്റ്റിൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് പുത്തുമലയിൽ വെച്ച് കൊടുത്ത വീടിനേക്കാൾ മികച്ചൊരു മാതൃകയായി മാറാൻ സാധ്യതയുള്ള ഒന്നാണ്. ഇന്നിപ്പോൾ നമ്മൾ സർക്കാരിന് കൊടുക്കുകയും ചെയ്തു അല്ലേ? നമുക്ക് പ്രേക്ഷകരോടൊന്ന് പറയാൻ തോന്നുന്നു. അരുൺ, ഞാൻ ഈ ദുരന്തമുണ്ടായ ദിവസം രാവിലെ അവിടെ എത്തിയതാണ്. ഇന്നിപ്പം നമ്മളിന്ന് ഉച്ചയ്ക്കാണ് അവിടെ നിന്ന് പോരുന്നത് അല്ലേ? കൊച്ചിയിലേക്ക് ഇന്ന് ഉച്ചയ്ക്കാണ് നമ്മൾ പോരുന്നത്. ഈ സമയം വരെ നമ്മൾ രാത്രി 11 മണിക്കോ 12 മണിക്കോ ആണ് ആ ദുരന്ത ഭൂമിയിൽ നിന്ന് നമ്മൾ മാറുന്നത്. നമ്മുടെ വാർത്താ സംഘം മുഴുവൻ അവിടെ നിന്ന് കണ്ട കാര്യങ്ങളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രപ്പോസലാണ് നമ്മളിന്ന് സർക്കാരിലേക്ക് സമർപ്പിച്ചത്. കാര്യമായി പഠിച്ച് വയനാടിനെക്കുറിച്ച് അറിവോട് കൂടിയിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞ് എന്തൊക്കെയാണ് വയനാടിന് വേണ്ടി ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് റിപ്പോർട്ടർ TV ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് വെക്കാനുള്ള കാരണം. അങ്ങനെ പ്രൊജക്റ്റ് മുന്നോട്ട് വെച്ചതും അങ്ങനെ തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അരുൺ, കഴിഞ്ഞ 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസമായിട്ട് നമ്മൾ അവൾ കണ്ടുകൊണ്ടിരുന്ന മാനുഷിക പ്രശ്നങ്ങളാണ് മുഴുവൻ. കാരണം ഒരു ദിവസം രാത്രി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഒഴിച്ച് ബാക്കിയുള്ളത് മുഴുവൻ ഒലിച്ചു പോയിരിക്കുകയാണ്. വീടില്ല, സ്വത്തില്ല, സ്വർണ്ണമില്ല, പണമില്ല, ഒരു സാധനമില്ലാത്ത സാധാരണക്കാരനായ 100-500ഓളം വീട്ടുകാർ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആ സംവിധാനങ്ങൾ മുഴുവൻ മാറി. ഒരു കുടുംബത്തിൽ 1-2 പേരെ അവശേഷിച്ചിരിക്കുന്നു. ഒരു കുടുംബം മുഴുവനായി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഒരാൾ അവശേഷിച്ചിരിക്കുന്നു, കുട്ടികൾ മാത്രം അവശേഷിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആൾക്കാരെ ആര് സംരക്ഷിക്കും എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ടർ TVൻ്റെ ഈ പറയുന്ന ഒരു പ്രഖ്യാപനം വരുന്നത്. കാരണം അമ്മ മാത്രമുള്ള ഒരമ്മ മാത്രമുള്ള ആളുണ്ട്. എനിക്ക് 3-4 കുട്ടികൾ മാത്രമായ സംവിധാനങ്ങളുണ്ട്, അച്ഛൻ മാത്രമായ സംവിധാനമുണ്ട്, ബാക്കി എല്ലാവരും പോയി പെങ്ങൾ മാത്രമുള്ള സ്ഥലങ്ങളുണ്ട്, 3-4 പേര് പോയി 2 പേരായി ചുരുങ്ങിയ വീടുകളുണ്ട്. അപ്പോൾ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹകരണത്തോടുകൂടി സഹായിക്കാൻ അവർ തയ്യാറാവും. എങ്ങനെ? ഒരു ഈ സ്ഥലത്ത് ഇവരെ കൊണ്ട് പുനരധിവസിപ്പിക്കുകയാണെങ്കിൽ. കാരണം ആ ഏരിയ നിങ്ങൾ പോയി കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലാവും, അതൊരു എസ്റ്റേറ്റ് മേഖലയാണ്. എസ്റ്റേറ്റ് മേഖലേൻ്റെ പ്രത്യേകത എന്താണ്? വിശാലമായ ഭൂപ്രകൃതിയാണ്. പക്ഷെ ഒന്നിച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ കൂടെ ഈ പറഞ്ഞ ഒരു 10-20 ഏക്കർ 20 ഹെക്ടർ സ്ഥലത്ത് ഒന്നിച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ കൂടെ ഒരു വിശാല ഭൂപ്രകൃതിയുടെ ഗുണം അനുഭവിച്ച ആൾക്കാരാണ് അവരെ മുഴുവൻ. കാരണം ചിലപ്പോൾ 5 സെൻറ്റ് സ്ഥലത്തായിരിക്കും വീട് വെച്ചിട്ടുണ്ടാവുക. പക്ഷേ നമ്മളെ ഇവിടെ സാധാരണ ഒരു സിറ്റി സ്ഥലത്ത് വീട് വെക്കുന്നത് 5 സെൻറ്റിൽ പോലെയല്ല. കാരണം അവിടെ 5 സെൻറ്റുകൾ ഇഷ്ടം പോലെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, വലിയ വിശാലമായ ഭൂപ്രകൃതിയുണ്ട്. അവർക്ക് അതിൽ ആസ്വദിക്കാനുള്ള സംവിധാനങ്ങൾ വയനാട് സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു, അവിടെ ക്രിസ്ത്യൻ പള്ളി ഉണ്ടായിരുന്നു, അവിടെ മുസ്ലിം
മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു, അവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മതിലുകളില്ല. അരുൺ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ജനങ്ങൾ പറയുന്ന കാര്യം ഞങ്ങൾക്ക് അവിടെ മതിലുകളില്ല എന്നുള്ളതാണ്. മതിലുകളില്ലാത്തതിന് കാരണം എന്ന് പറയുന്നത് വിശാലമായ സഹകരണത്തോടു കൂടി അവിടുത്തെ അമ്പലത്തിലെ പിന്നെ ഉത്സവം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ചൂരൽമല പാലത്തിന് മേലെ കൂടെ കടന്നുപോയി ആ ആലിൻ്റെ ചുവട്ടിൽ അവസാനിക്കുന്ന പിന്നെ ഉത്സവങ്ങളാണ്. അവിടുത്തെ പള്ളികളുടെ പെരുന്നാളുകളായാലും മുസ്ലിം പള്ളിയിലെ ആരാധനാക്രമങ്ങളായാലും എല്ലാം സഹകരണത്തോടു കൂടി ചെയ്യുന്നതാണ്. അവിടെ പിരിവെടുക്കുന്നത് അങ്ങനെയാണ്. അവിടുത്തെ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ മാഷ് പറയുന്ന കേട്ടില്ലേ, മാഷ് വിതുമ്പി കരയാണ്. എന്തുകൊണ്ടാണ്? സഹകരണം കൊണ്ട് 7 മണിക്ക് സ്കൂളിലെത്തുന്ന മാഷായി മാറിയെന്ന്. നാട്ടുകാരുടെ സഹകരണം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വളരെ വിശാലമായ മനസ്ഥിതിയോടുകൂടി സഹകരണത്തോടുകൂടി ജീവിച്ച ഒരു മനുഷ്യ സമൂഹത്തെ ഒരു അവരുടെ ഒരു ഭൂമിൻ്റെ ഒരു ഗതിമാറ്റത്തിലൂടെ നശിച്ച് നാരായണക്കല്ലെടുത്ത് പോയ അവസ്ഥയിൽ നിന്നും എങ്ങനെ ഇതിനെ റീക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി റിപ്പോർട്ടർ TV മുന്നോട്ട് വെച്ച ഒരു ആശയമാണിത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൗൺഷിപ്പ് അനൗൺസ് ചെയ്തു. ടൗൺഷിപ്പ് അനൗൺസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ഇതുപോലൊരു പ്രൊജക്റ്റിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ടൗൺഷിപ്പ് അനൗൺസ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഞാൻ അതിനേക്കാളും കുറച്ചും കൂടെ കടന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും വരുന്ന ഒരു 600ഓളം 300ഓളം വീടുകൾ അവിടെ ഓൾറെഡി നഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കാഴ്ചപ്പാടിലാണ്. അവിടെ ചിലപ്പോൾ കൂടാം കുറയാം. ഒരു 300ഓളം വീടുകളെ അവിടുന്ന് മാറ്റി പാർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള വീടുകളെ കൂടി ഒരു 600 വീടുകളെ നമ്മളൊരു ടൗൺഷിപ്പാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 15 സെൻറ്റ് സ്ഥലത്തേക്കെങ്കിലും ഇവരെ മാറ്റി താമസിപ്പിച്ചില്ല. കാരണം നോർമലി നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് തോന്നാം ഒരു 5 സെൻറ്റിലോ 7 സെൻറ്റിലോ ഒക്കെ അല്ലെങ്കിൽ 10 സെൻറ്റിലോ ഒക്കെ ഒരു വീട് നിർമ്മിച്ച് കൊടുത്താൽ പോരെ എന്ന് ചോദിക്കാം. പക്ഷേ അതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ എന്ത് കൊടുക്കരുത്, നമുക്ക് അവർ ഭിക്ഷ കൊടുക്കുന്ന അവസ്ഥയാവാൻ പാടില്ല. അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ കൊടുക്കാതിരിക്കുക എന്നുള്ളത്. ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് എൻ്റെ മനസ്സിൽ ഞാൻ 50 ഏക്കർ കൊടുത്താലോ എന്ന് ആലോചിച്ചു. അത് കഴിഞ്ഞ് 100 ഏക്കർ ആക്കിയാലോ എന്ന് ആലോചിച്ചു. നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മനസ്സറിഞ്ഞ് കൊടുക്കുക, അല്ലെങ്കിൽ ആ പണിക്ക് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ മനസ്സിലെന്താണ് 150 ഏക്കർ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ 15 സെൻറ്റ് ഇട്ട് കാൽക്കുലേറ്റ് ചെയ്ത് 600 വീട് പണിയാൻ വേണ്ടി ഏകദേശം എത്ര സ്ഥലം വേണ്ടി വരും? അതുകൊണ്ടാണ് ഞാൻ അത്രയും സ്ഥലം കാൽക്കുലേറ്റ് ചെയ്യാൻ കാരണം. രണ്ടാമത് അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ പണിയണം, അല്ലെങ്കിൽ സ്കൂൾ പണിയാം, അതിന് എത്ര സ്ഥലം വേണ്ടി വരും? എനിക്ക് കളിസ്ഥലം വേണം, ആ സ്കൂളിൽ എത്ര വേണ്ടി വരും? വേണം. അവിടെ 2 പള്ളി വേണം, ഒരു അമ്പലം വേണം, അതിന് എത്ര സ്ഥലം വേണ്ടി വരും? നമ്മൾ ഒരു 10-50ഓളം കടമുറികൾ ആ ഏരിയയിലുണ്ട്. ആ 50ഓളം കടമുറി റീക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എത്ര സ്ഥലം വേണ്ടി വരും? പിന്നെ ആ സ്ഥലത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താണ്? ചൂരൽമല അങ്ങാടിയിൽ നിന്നും 5-6 റോഡുകളാണ്. ഒന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ റോഡ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, ഒന്ന് മുണ്ടക്കൈക്ക് പോകുന്ന റോഡ്, ഒന്ന് പിന്നെ അട്ടമലയ്ക്ക് പോകുന്ന റോഡ്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ഹയർ സെക്കൻഡറി സ്കൂൾ പണിയുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഹയർ സെക്കൻഡറി സ്കൂൾ റോഡ് അവിടെ ഉണ്ടാവും. ആ ഹയർ സെക്കൻഡറി സ്കൂൾ പണിയുന്നത് ആ റോഡിൻ്റെ സൈഡിലായിരിക്കും. അട്ടമലയ്ക്ക് പോകുന്ന റോഡ് ഉണ്ടാവും. അവിടെ ഒരു മദ്രസ ഉണ്ടെങ്കിൽ ആ മദ്രസേൻ്റെ റോഡാണെങ്കിൽ ആ മദ്രസ അവിടെ ഉണ്ടാവും, ആ റോഡ് അവിടെ ഉണ്ടാവും. അങ്ങനെ അതിനെ കറക്റ്റായിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ ഈ പറയുന്ന സംവിധാനത്തേക്ക് മാറ്റണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് കാരണം നമ്മൾ ഒരു രാവിലെ നമ്മളിങ്ങ് വന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. നമ്മൾ ശരിക്കും പഠിച്ച് എത്ര വേണ്ടി വരും, അതുപോലെ പാരിസ്ഥിതിക പ്രശ്നമുള്ള സ്ഥലമാണോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞത് ഇന്ന സ്ഥലം എടുക്കണമെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. സർക്കാർ മുന്നോട്ട് വെച്ചോട്ടെ പ്രൊജക്റ്റ് സ്ഥലം, നമുക്കത് വേണമെങ്കിൽ എടുക്കാം. ഞാൻ അങ്ങോട്ട് വേണമെങ്കിൽ 3 സ്ഥലം കാണിക്കാം, ആ സ്ഥലം വേണമെങ്കിൽ എടുക്കാം. ഇനി ഈ 3 സ്ഥലം പറ്റില്ലേ, സർക്കാർ പറയട്ടെ ഈ സ്ഥലം നമുക്കെടുക്കാം, അതിനെക്കുറിച്ച് ആലോചിക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത് ഒരു ഗവൺമെൻറ് സംവിധാനത്തോട് സഹകരിച്ചിട്ട് റിപ്പോർട്ടർ TVക്ക് ഇത് ചെയ്യാൻ കഴിയണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഭാവനയിലുള്ള ഒരു സംവിധാനം ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തിൽ കൂടെ ആലോചിച്ച് പ്രോപ്പറായി, കാരണം നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങൾക്ക് ഉപകാരപ്പെടാനും അവരുടെ മാനുഷിക ഉല്ലാസങ്ങളും അവർക്ക് അവർക്ക് നഷ്ടപ്പെട്ട ഒന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒരു കാര്യം നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്കിപ്പോൾ ഇനി പുതിയതായി ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമേ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അവരുണ്ടാക്കിയതോ അവർ സംവിധാനം ഉണ്ടാക്കിയോ ഒന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയ സംവിധാനം. അവരുടെ കുടുംബത്തെ നഷ്ടപ്പെട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. വീട്ടിൽ അവരുണ്ടാക്കിയ സാധനങ്ങളൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അവരുടെ മാനസിക അവസ്ഥയോട് കൂടി ചേർന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വിപുലമായ ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ മനസ്സിലുള്ളത്. അതിൻ്റെ ഒരു ചെറിയ ഒരു ക്രെക്സ് നമ്മളിന്ന് എഴുതി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ മെയിലേക്ക് നമ്മൾ അയച്ചിട്ടുണ്ട്. നമ്മൾ അവർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ ഒരു IAS ഉദ്യോഗസ്ഥ അവർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവർക്കും നമ്മൾ ഈ സാധനം ഇന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇവരാലോചിച്ചതിന് ശേഷം നമ്മളോടൊരു വൃത്തിയുള്ള പ്രൊജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യേണ്ട കാര്യം, ഇതുവരെ ചെയ്യേണ്ട കാര്യം എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ആ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വെച്ച് ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. ഗവൺമെൻറ് ചെയ്ത ശേഷം നമ്മളോട് പറഞ്ഞാൽ നമുക്ക് എന്ത് മാറ്റങ്ങൾ വരുത്താം, എന്ത് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഏത് മാറ്റങ്ങൾ വരുത്തി, ഇന്ന കാര്യങ്ങൾ നമുക്ക് ഇന്ന ചെയ്യണം, ഇന്ന കാര്യം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ആ കാര്യങ്ങൾ മുഴുവൻ ചെയ്യാം. റിപ്പോർട്ടർ TVയെ സംബന്ധിച്ചിടത്തോളം ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ളതിനേക്കാളും അപ്പുറം
മാധ്യമസ്ഥാപനം എന്നുള്ള കാര്യത്തിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് കിട്ടിയില്ല എന്നിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരുന്നാൽ മതി. അതിനേക്ക് അപ്പുറം നമ്മൾ കൊടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ കൂടെ എങ്ങനെ നിൽക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിച്ചത്. നമ്മളവിടെ ഭക്ഷണം കിട്ടാതിരുന്നപ്പോൾ നമ്മൾ ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഭക്ഷണം കിട്ടാത്ത സമയം വരെ നമ്മൾ മിണ്ടിയിട്ടില്ല. അവിടുത്തെ ജനങ്ങൾ ഇങ്ങോട്ട് പറയുന്ന സമയത്ത് നമ്മൾ പറയണം ഭക്ഷണം കിട്ടിയിട്ടില്ല. അത് ഞാൻ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ 4-5 ഒരു മന്ത്രി ഉപസമിതി അവിടെ ഉണ്ടല്ലോ, ഗംഭീര പെർഫോമൻസ് അല്ലായിരുന്നു. കാരണം അവരെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം. അവിടെ 2-3 MLA-മാരുണ്ട്. ഒരാൾ മന്ത്രിയാണ്, ബാക്കി 2 വയനാട് 2 MLA-മാരുണ്ട്. ഞാൻ ഈ ടി സിദ്ദിഖിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ രാത്രി അന്നത്തെ ആ ഉരുൾ പൊട്ടിയ ദിവസം ടി സിദ്ദിഖിനെ കണ്ടിട്ടില്ല. കാരണം അന്ന് ചെളിയിലാണ്, ഫുൾ ടൈം ചെളിയിലാണ് നമ്മുടെ മിനിസ്റ്റർ. കാരണം ഒരു വാക്ക് നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ റിയാക്ഷൻ ആ സമയത്തുണ്ട്. റിയാസ് മിനിസ്റ്റർ, ORK മിനിസ്റ്റർ, AK ശശീന്ദ്രൻ മിനിസ്റ്റർ. അപ്പോൾ അവിടെയുള്ള മിനിസ്റ്റേഴ്സൊക്കെ റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇനി അങ്ങോട്ട് വരുന്ന സംവിധാനം എന്ന് പറയുന്നത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ആണ് കേട്ടോ. അവർ കലക്ടർ, അവർ കൺട്രോൾ റൂം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് വന്ന മിനിസ്റ്റേഴ്സ് ഉണ്ട് അവിടെ, ജോർജ് കുര്യൻ അവിടെയുണ്ട്. അപ്പോൾ അവരൊക്കെ കാരണം 5 ദിവസം അവിടെ നിന്ന് വർക്ക് ചെയ്തതാണ്. അപ്പോൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. ഇനിയാണ് ജനങ്ങൾ ചോദിച്ചു തുടങ്ങുക. കാരണം അവർ ആ മെൻ്റൽ ട്രോമയിലേക്ക് മാറിയിട്ട് ഇപ്പോൾ പുറത്തേക്ക് വരാൻ പോവുകയാണ്. ഇനി അവർ ചോദിക്കും, ഞങ്ങൾ ഈ എന്താണ് ഈ പറഞ്ഞ ക്യാമ്പിൽ കൂടിയാണ് താമസിക്കുന്നത്. 2 പ്രൊജക്റ്റാണ് അരുണ നമുക്കിനി ആവശ്യമുള്ളത്. ഒന്ന് ബിഫോർ ഈ ടൗൺഷിപ്പ്, 2 ആഫ്റ്റർ ടൗൺഷിപ്പ്. അതായത് ഒരു ഷോർട്ട് ടേം പ്രൊജക്റ്റും ഒരു ലോങ് ടൈം പ്രൊജക്ട്. ഷോർട്ട് ടൈം എന്ന് പറയുന്നത് ടെമ്പററി പ്രൊജക്റ്റ്. ഏറ്റവും ആദ്യം പ്രീ ടൗൺഷിപ്പ് ബിഫോർ ഈ പ്രൊജക്റ്റ്, ടൗൺഷിപ്പിന് മുമ്പ് ഉണ്ടാവേണ്ട ഒരു പ്രൊജക്റ്റും ആഫ്റ്റർ ടൗൺഷിപ്പിലും. ബിഫോർ ടൗൺഷിപ്പിൻ്റെ മുൻപിൽ ഗവൺമെൻറ് എടുക്കേണ്ട തീരുമാനം ചടുലമായിരിക്കണം. കാരണം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ജനങ്ങൾ ചോദിച്ചു തുടങ്ങും. നാളെ ചോദിക്കണം, ഇന്ന് തുടങ്ങി. കാരണം റൂമിൽ അവർക്ക് ഇതിന് കുറ്റമില്ല. ഈ സംവിധാനത്തിന് നമുക്ക് കുറ്റമില്ല. ആരോടും കുറ്റം പറയേണ്ട കാര്യം. കാരണം നമ്മൾ ഗവൺമെൻറ്റോ നമ്മളോ ആരെങ്കിലും ഈ പറഞ്ഞ ദുരിതം അനുഭവിച്ചതോ ആരും പ്രതീക്ഷിച്ച സംവിധാനം അല്ല ഇത്. 500-ഓളം പേര് മരിക്കുന്ന സംവിധാനം എന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഇതൊന്നും പ്രീ പ്ലാൻഡ് അല്ലല്ലോ, നമുക്ക് സംഭവിച്ചു. ഇനി എത്രയും പെട്ടെന്ന് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും, അത് ഗവൺമെൻറ് വിശാലമായിട്ട് ആലോചിക്കേണ്ടത് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അവരതിനുള്ള പ്രപ്പോസലൊക്കെയാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രൊജക്റ്റ് നമ്മുടെ ഈ ടൗൺഷിപ്പ് എത്തുന്നത് വരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ടൗൺഷിപ്പും കൂടെ തീർത്താൽ ഈ പറഞ്ഞൊരു റീഹാബിലിറ്റേഷൻ പ്രൊജക്റ്റ് വൃത്തിയായി കഴിഞ്ഞാൽ ഈ പുനരധിവാസം എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഏറ്റവും വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ പറഞ്ഞ ഈ ദുരന്തം എന്ന് പറയുന്നത് ഒരിക്കലും കേരളത്തിലോ വയനാടിനെ ബാധിച്ച ദുരന്തമല്ല, ഈ ലോകത്തെ തന്നെ ബാധിച്ച ദുരന്തമാണ്. നമ്മുടെ പല രാഷ്ട്രീയ പല രാജ്യ തലവന്മാരും ട്വീറ്റ് ചെയ്തൊക്കെ നമ്മൾ കണ്ടില്ലേ, എത്രയോ രാജ്യതലവന്മാരാണ് ട്വീറ്റ് ചെയ്തത്. ഇന്നലെ മാർപ്പാപ്പ അതിനെക്കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടു. അപ്പം അത്രയും അധികം രീതിയിൽ ഇത് ലോകം മുഴുവൻ ചർച്ച ചെയ്ത സംവിധാനത്തിൻ്റെ അകത്ത് അതിലുണ്ടാകുന്ന ഒരു പുനരധിവാസം എന്ന് പറയുന്നത് ലോകം ചർച്ച ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്നുള്ളതും കൊണ്ടാണ് റിപ്പോർട്ടർ TV അതിനൊരു മുൻകൈ എടുത്തത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമുക്കൊരു നോഡൽ ഓഫീസറായി റിപ്പോർട്ടർ TVനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈഴകീറി പരിശോധിച്ച് അതിനകത്ത് ഒരു വരയുടെ വ്യത്യാസം പോലും ഉണ്ടാവില്ല. നോഡൽ ഏജൻസി ആവാനും റിപ്പോർട്ടർ TV തയ്യാറാണ്. ഒരു വരയുടെ വ്യത്യാസം പോലും ഉണ്ടാവില്ല. കാരണം എല്ലാ കാര്യങ്ങളും കറക്റ്റായി നോക്കി കാരണം നമ്മളെ അപേക്ഷിച്ച് എന്താണ്, ഞാൻ ഇന്നലെ അരുണിനോട് നമ്മുടെ ഈവനിങ് പ്രോഗ്രാമിൽ നമ്മളോട് ചർച്ച ചെയ്യുന്ന സമയത്ത് എൻ്റെ പുറയിൽ വന്ന ഒരാളിങ്ങനെ തട്ടി. അപ്പോൾ സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം എന്നോട് പറഞ്ഞു, സാറിൻ്റെ തോട്ടത്തിൽ തേങ്ങയിടുന്ന ആളാണെന്ന് പറഞ്ഞു. ഞാൻ തിരിഞ്ഞു നോക്കി, എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ചോദിച്ചു, എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. എൻ്റെ വീട്ടിലെല്ലാവരും പോയി സാറെന്ന്. ഒരു അക്ഷരം എനിക്ക് മിണ്ടാൻ പറ്റിയില്ല. എൻ്റെ വീട്ടിലെല്ലാവരും പോയി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അക്ഷരം അദ്ദേഹത്തോടും മിണ്ടായില്ല. കാരണം വയനാട്ടുകാരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. വയനാട്ടുകാർ ജീവിച്ച് വന്ന സാഹചര്യം അങ്ങനെയാണ്. 80% ആൾക്കാരും തോട്ടം തൊഴിലാളികളാണ്. അവിടെ ഞാൻ പറഞ്ഞത്, അവിടെ പോലീസുകാരുണ്ട്, അവിടെ ടീച്ചേഴ്സ് ഉണ്ട്, അവിടെ നേഴ്സുമാരുണ്ട്, ഈ മരിച്ചുപോയവരിലൊക്കെ ഇവരുണ്ടല്ലോ. ഇവരൊക്കെ ഉണ്ടായത് എങ്ങനെയാണ്? ഈ തോട്ടം തൊഴിലാളികൾ പണിയെടുത്ത് മക്കളെ പഠിപ്പിച്ച് ഇവരെ ഡോക്ടറും എഞ്ചിനീയറും ഈ പറഞ്ഞ പോലീസുകാരും ആക്കിയവരാണ്. അവർ അടുത്ത കാലങ്ങളിലാണ് ഈ 2 നില വീടുകളിലേക്കൊക്കെ മാറിയത്. അവിടെ കുറച്ച് 2 നില വീടുകളൊക്കെ നമ്മൾ കണ്ടല്ലോ. അതൊക്കെ വന്ന് ഈ അടുത്ത കാലങ്ങളിലാണ് ഇവർ പണിയെടുത്തുണ്ടാക്കിയതാണ്. മറ്റ് ഒരു ബിസിനസ് ചെയ്യുന്ന സംവിധാനം അവിടെ ഇല്ലല്ലോ, നമ്മളവിടെ ഒരു സംവിധാനം കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ കഷ്ടപ്പാടിൻ്റെ വില അറിഞ്ഞ് വളർന്നവരാണ്. ഇനി ആ കഷ്ടപ്പാടിലേക്ക് ഇപ്പം നമ്മൾ എന്താണ് പറയുക, ഈ കൺട്രോൾ റൂമിൽ നമ്മൾ സ്വർണം കൊണ്ട് കൊടുക്കുന്നുണ്ടോ? എത്രയാണ്? തുച്ഛമായ സ്വർണ്ണങ്ങളാണ്. ഒരു കമ്മൽ, ഒരു 6 പവൻ, അത് കമ്മലുകൾ, ചെറിയ കമ്മലുകൾ, ചെറിയ വള, അതൊക്കെ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? ഒരു ബാഗിൽ
കറക്റ്റായിട്ട് അടുക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ എന്തൊക്കെയാണുള്ളത്? ആധാരങ്ങൾ ശ്രദ്ധിച്ചോ? അതിൻ്റെ കൂടെ ആധാരങ്ങൾ ഇരിക്കുകയാണ്, ഈ പറയുന്ന സ്വർണ്ണം ഇരിക്കുകയാണ്, അതിൻ്റെ അടുത്ത് പൈസ ഇരിക്കുകയാണ്. ഇതെല്ലാം കൂടി ഒരു ബാഗിലാക്കി സൂക്ഷിക്കുന്ന വലിപ്പത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അത് ആ ബാഗ് കിട്ടിയപ്പോൾ അവരെ മുഴുവൻ സമ്പാദ്യം അവിടെ എത്തി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ജീവിച്ച ജനങ്ങളെ ലോകം മുഴുവൻ സഹായിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അപ്പം ഇനി ഞാൻ പറയുന്നത് സഹായങ്ങൾ വരട്ടെ, ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ മുഴുവൻ സഹായം വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് വരുന്നതിന് നമ്മൾ 100% സപ്പോർട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര പണം വന്നാലും വയനാടിനെ സംബന്ധിച്ചോളം, ഈ പ്രൊജക്റ്റിനെ സംബന്ധിച്ചോളം മതിയാകില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണെന്ന് ഞാൻ. അപ്പം അതിലേക്ക് എത്ര വേണമെങ്കിലും വരട്ടെ, അത് വരേണ്ടത് അത്യാവശ്യമാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈ പ്രൊജക്റ്റും കൂടെ വരുമ്പോഴാണ് അത് ഒരു ബ്യൂട്ടിഫുൾ പ്രൊജക്റ്റ് ആവുക. എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ. ഞാൻ ഈ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നുണ്ട്, ഇപ്പോൾ റിപ്പോർട്ടർ TV മാത്രമാണോ എന്നുള്ളത്. റിപ്പോർട്ടർ TV മാത്രമല്ല, നമ്മളായിട്ടത് അതിൻ്റെ ഒരു ക്രെഡിറ്റ് എടുക്കാനോ അല്ലെങ്കിൽ സംവിധാനത്തെക്കുറിച്ച് ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും ഇതിന് മുന്നിട്ടിറങ്ങണമെന്ന് ഞാൻ പറയുക. എല്ലാം മുന്നിട്ടിറങ്ങിക്കോട്ടെ, അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ ചെയ്യുക. എന്നിട്ട് വലിയ പ്രൊജക്റ്റാക്കി മാറ്റുക. ഇത് ലോകം ചർച്ച ചെയ്യണം. ഇത് ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടന്നു. ആ കേരളത്തിൽ നടന്ന ഈ ദുരിതത്തെ എങ്ങനെ ദുരിതാശ്വാസമാക്കി മാറ്റി എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണം, ലോകം മനസ്സിലാക്കണം. അങ്ങനെ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടർ TV മുന്നിലോട്ട് വെച്ചിട്ടുണ്ട്. അത് ആ ഒരു മനസ്സോടുകൂടി തന്നെ സർക്കാരും ഗവൺമെൻറ്റും അത് കാണുമെന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനനുസരിച്ച് പ്രൊജക്റ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായിട്ട് നമ്മളൊരു മീറ്റിംഗ് ഞാൻ നോക്കുന്നുണ്ട്. അതിനനുസരിച്ച് കിട്ടുവാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്ത് ഫൈനലൈസ് ചെയ്യാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതൊരു ദുരന്തത്തിനും അതിന് പല ഘട്ടങ്ങളുണ്ടല്ലോ. ആ ദുരന്തം സംഭവിച്ചതിന് ശേഷമുള്ള ആദ്യഘട്ടത്തിലെ രക്ഷാപ്രവർത്തനം, എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും, ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ കേരളം ഒരു പുതിയ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് ഒരുപക്ഷെ എവിടെയെങ്കിലും അനുകരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ സ്റ്റാൻഡേർഡിൽ ഒരു ഘടകമായി നമ്മൾ കണ്ടത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അക്രോസ് ഓൾ പാർട്ടീസ്. എല്ലാ പാർട്ടികളിൽ നിന്നുമുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് അവിടെ അതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതൊരു ബ്യൂറോക്രാറ്റിക് അഫെയർ ആയിരുന്നില്ല. അത് ഏതെങ്കിലും തരത്തിലൊരു ഉദ്യോഗസ്ഥൻ മാത്രം തീരുമാനിച്ച രക്ഷാപ്രവർത്തനമല്ല നമ്മൾ കണ്ടത്. പകരം വിൽ പവറോട് കൂടി ഇറങ്ങി, ഇച്ഛാശക്തിയോട് കൂടി ഇറങ്ങിയ മന്ത്രിമാർ, MLA T. സിദ്ദിഖാണെങ്കിലും IC ബാലകൃഷ്ണൻ ആണെങ്കിലും, പ്രതിപക്ഷത്തുള്ള 2 മണ്ഡലങ്ങളാണ് അടുത്തുള്ളത്. അതിൽ T. സിദ്ദിഖിൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ്. രാവിലെ മുതൽ T. സിദ്ദിഖ് അടക്കമുള്ളവർ ആ മേഖലയിലുണ്ട്. പ്രതിപക്ഷ നേതാവ് ആദ്യം തന്നെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു. മന്ത്രിമാർ നിമിഷ നേരം കൊണ്ട് മീറ്റിംഗ് കൂടുന്നു. 6:30 മുഖ്യമന്ത്രി അവലോകന യോഗത്തിനെത്തുന്നു. അവിടെ മുതൽ ഇങ്ങോട്ട് കേന്ദ്രം പൂർണ്ണ പിന്തുണ. പ്രധാനമന്ത്രിയുടെ കോള് വരുന്നു. കേന്ദ്രത്തിൽ നിന്ന് ജോർജ് കുര്യനെ അവിടത്തേക്കൊരു NDA പ്രഖ്യാപിക്കുന്നു, പ്രതിനിധിയായിട്ട് തീരുമാനിക്കുന്നു. ഇതെല്ലാം നടക്കുന്നത് മിനിറ്റുകൾക്കുള്ളിലാണ്. 4 മണിക്ക് ദുരന്തത്തിൻ്റെ വാർത്ത താഴെ മുടിയിലുള്ളവർ അറിയുന്നു. 5 മണിക്ക് നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ അറിയുന്നു. നമ്മൾ ഓൺ എയർ ആവുന്നു. അതിൽ നിന്ന് 1.5 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്തൊരു പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറായി. അതിനുശേഷം നമ്മൾ സംസാരിക്കുന്നത് ഏതെങ്കിലും ഉദ്യോഗസ്ഥരോടല്ല, മന്ത്രിമാരോടാണ്. നമ്മളോട് സംസാരിക്കുന്നതും നമ്മളുടെ ആളുകളുടെ വിളി കേട്ട് മറുപടി പറയുന്നതും പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്. ആ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇമ്മീഡിയറ്റ്ലി പറയാണ്, യു ഹാവ് ടു ഗോ, അതാണ് ഇതാണ്. വളരെ പെട്ടെന്ന് കൺട്രോൾ റൂമിൽ നിന്ന് മിനിസ്റ്റേഴ്സ്, അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ട് പേരെടുത്ത് പറയേണ്ടത് അവിടെ ആദ്യം എത്തിയ K. രാജൻ മിനിസ്റ്റർ, ഒപ്പം തന്നെ മുഹമ്മദ് റിയാസ്, കേളു മിനിസ്റ്റർ, അല്ലേ, വാസവ മിനിസ്റ്റർ, AK ശശീന്ദ്രൻ മിനിസ്റ്റർ, ഇത്രയും പേരാണല്ലോ അവിടെ ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീടാണ് ബാക്കിയുള്ളവർ എത്തിച്ചേരുന്നത്. ഇവരവിടെ എത്തി കൺട്രോൾ റൂമിൽ നിൽക്കുമ്പോൾ വീണ്ടും മണ്ണിടിയാണ് എന്ന് പറഞ്ഞാൽ ആ ലീഡേഴ്സ്, ഒപ്പം സിദ്ദിഖും ഈ പറയുന്ന ആളുകളുമെല്ലാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഈ രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കാനുള്ളൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അവിടെ ഉണ്ടായിരുന്നു. അത് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു പുതിയ സ്റ്റാൻഡേർഡ് തന്നെയാണ്. ദാറ്റ്സ് നമ്പർ 1. നമ്പർ 2, ഇതിന് ഓപ്പറേഷൻ ഇറങ്ങിയിരിക്കുന്ന ഉദ്യോഗസ്ഥർ, ആദ്യം അവിടെ ചെല്ലുന്ന 17 പേരാണ് രക്ഷാപ്രവർത്തനത്തിന്. അതിൽ 12 പേര് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സിൻ്റെ ആൾക്കാർ, 2 റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ. പിന്നെ നമ്മളിന്ന് കാണിച്ചു ദൃശ്യങ്ങൾ, നമ്മളിന്ന് പോയപ്പോൾ ഫോറസ്റ്റ് ഓഫീസർ കാണിച്ചു. ഒരു ഫോറസ്റ്റ് ഓഫീസിലെ, മേപ്പാടി ഫോറസ്റ്റ് ഓഫീസിലെ ജീപ്പിൻ്റെ വെളിച്ചത്തിലാണ് ആദ്യത്തെ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. അവിടെ JCB ഓടിക്കുന്ന ബാബുവും സംഘവുമാണ് ആദ്യം വന്ന് മണ്ണ് നീക്കുന്നത്. അവിടെയുള്ള സാധാരണക്കാരെ ടാക്സി ഡ്രൈവർമാർ വന്നിട്ടാണ് അവിടെയുള്ളവരെ കൊണ്ടുപോകുന്നത്. ഇതെല്ലാം 6 മണിയാകുമ്പോഴേക്ക് അവിടെ നടന്നു കഴിഞ്ഞു. ആദിവാസി കുടുംബത്തെ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരാണ്. അവർ ചേർത്ത് പിടിച്ച കുഞ്ഞിരിക്കുന്ന ഒരു ഭാവം ഉണ്ടല്ലോ, അത് ഒരു സിസ്റ്റത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉറപ്പാണ്. ഞാൻ അതാണ് പറഞ്ഞത്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ നേതൃത്വം, ഒപ്പം അതിൻ്റെ കീഴിൽ എണ്ണയിട്ട മെഷീൻ പോലെ പ്രവർത്തിച്ചിരിക്കുന്ന സ്റ്റാഫും ഗവൺമെൻറ് മെഷീനറിയും, ഇൻക്ലൂഡിങ് ആർമി, നേവി, കോസ്റ്റ് ഗാർഡ്, ഈ പറയുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ. ഞാൻ ഏതെങ്കിലും പേരെടുത്ത് പറഞ്ഞാൽ വിട്ടുപോകുന്നുള്ളതുകൊണ്ട് ഏറ്റവും ഒടുവിൽ പറഞ്ഞു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ആ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് പിന്നിൽ അണിനിരുന്നു കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം. അതിനോടൊപ്പമാണ് സന്നദ്ധ സംഘടനകൾ. ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയൊരു അനുഭവമുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ. അവിടെ നിൽക്കുന്ന സമയത്ത് രാവിലെ ഞാൻ, നിങ്ങളെല്ലാവരും വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്,
അന്ന് എത്തുന്ന രാവിലെ 6 മണിക്ക് എത്തുമ്പോൾ ഈ വടിയും കുത്തിപ്പിടിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള മനുഷ്യർ, പല കുപ്പായങ്ങളിട്ട മനുഷ്യർ അവിടേക്ക് ഇങ്ങനെ ക്യൂ നിൽക്കുക. അതായത് നമ്മൾ അവിടെ വണ്ടി ഇട്ടിട്ട് പോകേണ്ട 1.5 കിലോമീറ്റർ, സാധാരണ ശബരിമലയ്ക്ക് പോകുമ്പോൾ നമ്മളിത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ക്യൂ ആയിട്ട് പോകുന്നവർ. ഈ പള്ളിയിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, മാരാമൺ കൺവെൻഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന കുരിശ് ചുമക്കാൻ പോകുമ്പോഴോ നമ്മൾ കണ്ടിട്ടുണ്ട്, പള്ളിയിൽ മെക്കയിൽ പോകുന്ന ആൾക്കാരുടെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ക്യൂ നിന്ന് വടിയും കുത്തി മനുഷ്യർ പോകുന്നത് തീർത്ഥാടനം പോലെ രക്ഷാപ്രവർത്തനത്തിന്, രക്ഷപ്പെടുത്താനും മൃതദേഹങ്ങൾ തിരയാനും വേണ്ടി ചെറുപ്പക്കാർ വന്ന് നിൽക്കുന്നു, അവർക്ക് ഭക്ഷണവുമായിട്ട് നിൽക്കുന്നു. ആ ഘട്ടത്തിൽ എനിക്ക് ഒരു കാര്യം പ്രേക്ഷകരോട് പറയാനുണ്ട്. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നൊരു വിഷയമായിരുന്നു ഈ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദമുണ്ടായി അവിടെ. ആ വിവാദത്തിന് അടിസ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിയാണ്, ഞായറാഴ്ച കൂടുതൽ ആളുകൾ അവിടെ വന്നു എന്നുള്ളത് സത്യമാണ്. ബെയിലി പാലത്തിനപ്പുറത്തേക്ക് ധാരാളം സന്നദ്ധ പ്രവർത്തകരെത്തി. അവർക്ക് അന്ന് രാവിലെ പ്രഭാത ഭക്ഷണം കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റിയില്ല. ദാറ്റ്സ് എ ഫാക്ട്. അവിടെ ഉപ്പുമാവായിരുന്നു അന്ന് കൊടുത്തിരുന്നത്, ബ്രെഡ് കൊടുത്തിരുന്നത് മറ്റ് സ്വകാര്യ സന്നദ്ധ പ്രവർത്തകരുമായിരുന്നു. ആ ബ്രെഡിൽ എന്തോ പൂപ്പലുണ്ടായിരുന്നു, ഒരു ബ്രെഡിൻ്റെ ഒരു പാക്കറ്റിൽ പൂപ്പലുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ആ സമയത്ത് തന്നെ ആ പള്ളിയുടെ താഴത്തെ അവിടെ വെച്ച് കൊടുത്തൊരു സ്ഥലത്താണ്. അത് ശരിയാണ്, അങ്ങനെ നമ്മളൊരു പരാതി പറഞ്ഞു, ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞതാണ് നമ്മൾ വാർത്തയാക്കിയത്. പക്ഷേ അതൊരു വലിയ വിവാദമാക്കേണ്ടതില്ലെന്ന് അപ്പോൾ തന്നെ മിനിസ്റ്റർ ഇടപെട്ട് അത് പിൻവലിച്ചു. എനിക്കൊന്ന് സുജയുടെ ബുള്ളറ്റിനിലാണ് മിനിസ്റ്റർ പറയുന്നത് സന്നദ്ധ സംഘടനകൾക്കും കൊടുക്കാം, പക്ഷേ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഒരു മേൽനോട്ടത്തിലാവണം. അതൊരു സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻ്റ് ആണ്. ശരി, പക്ഷേ അവിടെ ഒരു അനാവശ്യമായ ഒരു കൺഫ്യൂഷൻ അവിടെ സൃഷ്ടിച്ചു എന്നുള്ളത് വാസ്തവമാണ്. അത് പക്ഷേ വളരെ പിന്നീട് സ്വയം പര്യാപ്തം എന്ന നിലയിലേക്ക് പോയി. കാറ്ററിംഗ് അസോസിയേഷൻകാർ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ആൾക്കാർ, ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് ഇപ്പോൾ അവിടെ എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു ഫാക്ട് ബേസ്ഡ് ആയിട്ട് പറയാനാണ്. അപ്പോൾ നാഷണൽ കലാമിറ്റി ആയിട്ട് എന്തുകൊണ്ട് കേന്ദ്രം പ്രഖ്യാപിക്കുന്നില്ല എന്നൊരു വിവാദം വരും. ആ ഒരു വിവാദത്തിന് അടിസ്ഥാനമേ ഇല്ല. കാര്യം നാഷണൽ കലാമിറ്റി എന്നൊരു പദപ്രയോഗമില്ല നിയമപരമായി. പകരമുള്ളത് എന്താ, L1, L2, L3 ഇങ്ങനെ 3 ഘട്ടങ്ങളിൽ നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റൂ. പ്രേക്ഷകർക്കറിയാം, അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്താണ് ആദ്യമായിട്ട് നമുക്കൊരു നാഷണൽ ഡിസാസ്റ്റർമെൻറ്റിൻ്റെ ലെവലിനെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നത്. ആ സമയത്തൊരു പാനൽ ഉണ്ടാക്കി അത് 2001 സമർപ്പിച്ച് അത് 2007 16 2 പ്ലാൻ ഗൈഡ് ലൈൻസിലാണ് അത് വരുന്നത്. ലെവൽ 1 എന്താ, ഡിസ്ട്രിക്ട് തലത്തിലുള്ള കലാമിറ്റിയാണ്. ഇത് അല്ല, ലെവൽ 1 കലാമിറ്റി അല്ല, ജില്ലാതല അടിസ്ഥാനത്തിൽ നടന്നതല്ല. L2 ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനത്തിന് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ L2 പോകും. ഇതത് പറ്റുന്നതല്ല. നമ്മുടെ മുന്നിൽ തൊട്ടുമുമ്പിൽ നടന്ന കവളപ്പാറ, പെട്ടിമുടി, ദെൻ പുത്തുമല, ഏറ്റവും 3 അതിന് മുമ്പ് നടന്ന 2018 പ്രളയം. ആ 2018 പ്രളയം L3 കാറ്റഗറിയിൽപ്പെട്ട കലാമിറ്റി ആയിരുന്നു. കാരണം എന്താ, അന്ന് 400-ലധികം ആളുകൾ മരിക്കുകയും കേരളം ഒന്നാകെ ആ പ്രളയത്തിലാവുകയും ചെയ്തു. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 218 പേരുടെ മരണം സ്റ്റേറ്റ് ഔദ്യോഗികമായി പറയുന്നു. 220ഓളം ആളുകളെ കാണാനില്ല എന്ന് പറയുന്നു. 2 കണക്കും കൂടെ വന്നാൽ 400-നപ്പുറത്തേക്ക് പോകും. അതായത് 2018 ആൾ ദുരന്തത്തിനും അപ്പുറത്തേക്ക് പോകുന്നൊരു കണക്കാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. അനൗദ്യോഗികമായിട്ടുള്ള കണക്കുകൾ. അപ്പോൾ ഇത് L3 ലെവലിലുള്ള ഒരു കലാമിറ്റിയാണ്. ആ L3 ലെവലിലുള്ള കലാമിറ്റി ആയിട്ട് അത് സ്റ്റേറ്റ് പ്രഖ്യാപിക്കും. അതിന് സ്റ്റേറ്റിന് ഒരു പ്രൊസീജിയർ, നാഷണൽ ലെവലിൽ പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ പ്രകാരം വന്നു കഴിഞ്ഞാൽ NDRFൽ നിന്ന് കൂടി നമുക്ക് ഫണ്ട് കിട്ടും. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ രീതിയിൽ നമുക്കിതിനെ പുനരധിവസിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒന്ന്, ഭക്ഷണ വിവാദം അതൊരു അനാവശ്യമായ വിവാദമാണ് എന്നതാണ് എൻ്റെ പക്ഷം. ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, നാഷണൽ കലാമിറ്റി കേന്ദ്രത്തെയും ഈ ഘട്ടത്തിൽ പഴിചാരേണ്ടതില്ല. അത് ആ സമയത്ത് കൃത്യം കൊടുക്കേണ്ടതാണ്. L3 ലെവലിലാണ് അതിനെ കാറ്റഗറി ആയിട്ട് പ്രഖ്യാപിക്കേണ്ടത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ അവിടെ യഥാർത്ഥത്തിൽ ആളുകൾ ജീവിച്ചിരുന്നത് മതിലുകളില്ലാത്തൊരു ലോകത്താണ് ജീവിച്ചിരുന്നത്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ ഈ സ്ഥലത്തെക്കുറിച്ച് ഞങ്ങൾ ഏറെ അഹങ്കരിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ ജിതിക എന്നോട് പറഞ്ഞു, ആ ജിതിക അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ്. ജിതിക അവിടെ നിന്ന് പറഞ്ഞത്, ഞങ്ങൾ എല്ലാവരും പറയും നിങ്ങൾ എൻ്റെ നാട്ടിലോട്ട് വാ, ഞങ്ങളുടെ നാട്ടിലോട്ട് വാ, അവിടുത്തെ പുഴ നിങ്ങൾ കാണ്, അവിടുത്തെ അമ്പലം കാണ്, അവിടുത്തെ ബഷീർക്കായുടെ കടയിൽ പോയിട്ട് പരിപ്പോടയും ചായയും കുടിക്കുക, അവിടെ നിങ്ങൾ വന്നിട്ട് മുണ്ടക്കൈയിലേക്ക് പോ, പുഞ്ചിരിമട്ടത്ത് പോ, ഇവിടെ വന്ന് താമസിക്കുക, രാവിലെ കോടമഞ്ഞിറങ്ങുന്നത് കാണാം, ചെറിയ ചാറ്റൽ മഴ പെയ്താൽ നിങ്ങൾ സ്വർഗത്തിലാണെന്ന് വിചാരിക്കും. അങ്ങനെ അഹങ്കരിച്ചിരുന്നൊരു പ്രദേശം, മതിലുകളില്ലാതെ മനുഷ്യർ ഇഴുകിച്ചേർന്ന് പ്രകൃതിയോട് ജീവിച്ചിരുന്നൊരു പ്രദേശമാണ്. ഇപ്പോഴും നമുക്ക് ദുരന്തം നടന്ന സ്ഥലത്ത് നോക്കുമ്പോഴും ആ ഭംഗി ഇപ്പോഴും കാണാൻ പറ്റും അവിടെ. പക്ഷേ നിർഭാഗ്യവശാൽ എല്ലാം തകർന്നു നിൽക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് അവരാഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പുത്തുമലയിലെ പോലെ ചിതറിപ്പോകും. 50 പേർക്ക് അവിടെ കൊടുത്തു, പക്ഷേ എന്നാലും ബാക്കിയുള്ള ആൾക്കാർ, പെട്ടിമുടിയിലാണെങ്കിലും ഒക്കെ ആൾക്കാർ ചിതറിയാണ് അവരുടെ പുനരധിവാസം നമുക്ക് ഒരുക്കാൻ സാധിച്ചത്. ഇവർ ചിതറാത്തൊരു സമൂഹമായിട്ട് അവരെ കൈപിടിച്ച് ഉയർത്താൻ കഴിയുമെന്ന് ചോദിച്ചു. അവിടെയാണ് ഈ ടൗൺഷിപ്പിൻ്റെ പ്രസക്തി. മുഖ്യമന്ത്രി അത് മുന്നോട്ട് വെച്ചു. ആന്റോ ഗസ്റ്റ് അതിന് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ ഡീറ്റെയിലിംഗ് പറഞ്ഞു. നമ്മളൊരു അറ്റംപ്റ്റ് എന്ന രീതിയിൽ അത് ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഒരുപാട് എഫേർട്ട്
എഫേർട്ട് എടുത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കൂ. പക്ഷേ ഒരു ഷോർട്ട് ടേം വേണം. ഇപ്പോൾ ആൾക്കാർ ചോദിച്ചോളൂ, ഞങ്ങൾ എങ്ങോട്ട് പോവും, ഇത് എത്ര കാലം ഇങ്ങനെ തുടരാൻ പറ്റും? കാര്യം അവിടെ താൽക്കാലികമായി ക്രമീകരിച്ചിരിക്കുന്ന ശുചിമുറികളും ഒക്കെയാണ്, സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട്. പുറത്ത് പോയി അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി കഴുകുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടു. ഇതുവരെ ഏറ്റവും സാധ്യമായത് രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ ഒരു പുതിയ മാതൃക കേരളം സൃഷ്ടിച്ചു. ഇനി നമ്മൾ സൃഷ്ടിക്കേണ്ടത് രണ്ടാമത്തെ ഘട്ടത്തിലുള്ള പുനരധിവാസത്തിൻ്റെ കാര്യത്തിലാണ്. ആ പുനരധിവാസത്തിനൊരു മാതൃക സൃഷ്ടിക്കാൻ കേരളത്തിന് പറ്റിയാൽ അത് പുത്തുമല മാതൃകയ്ക്കും മുകളിൽ നിൽക്കുന്നൊരു മാതൃകയിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിന് ഇത്തരം എഫേർട്ടുകൾ ആവശ്യമുണ്ട്. തീർച്ചയായും പ്രേക്ഷകരടക്കമുള്ളവരുടെ പിന്തുണയും ആവശ്യമുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ ഒരു ഘടകം. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ആ പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകളിൽ എത്ര ഫ്രീക്വൻ്റായിട്ടാണ് ഇത് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. പുത്തുമലയുണ്ടായത് 2019, 2020 പെട്ടിമുടി അല്ലേ, 2024 ആകുമ്പോഴേക്കും അടുത്തത് പൊട്ടുന്നു, 1984 അതിനു മുൻപ് പൊട്ടുന്നു അല്ലേ. അപ്പോൾ തുടർച്ചയായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്ന പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകൾക്ക് എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ ഏറ്റവും നമ്മളെ കുഴയ്ക്കുന്നൊരു ചോദ്യം, ഈ അതിതീവ്ര മഴ എന്നുള്ളത് നമ്മൾ എന്നാ കേട്ടു തുടങ്ങിയത്? നമ്മൾ പണ്ട് നാട്ടുകാർ പറയുമല്ലോ, ഇന്നിപ്പോൾ ഞാൻ ഏതോ ഒരു മാഗസിൻ വായിക്കുമായിരുന്നു, ഒരു തോർത്തുമുണ്ട് കൊണ്ട് വീശിയാൽ തീരാവുന്ന ഉഷ്ണവും അതേ തോർത്തുമുണ്ട് കൊണ്ട് പുതച്ചാൽ തീരാവുന്ന തണുപ്പുമേ മലയാളിക്കുണ്ടായിരുന്നുള്ളൂ. ഇന്നത് മാറി. ഇന്ന് ആ അതിതീവ്ര മഴയുടെ ഇടവേളകൾ കുറഞ്ഞു. അത് മണ്ണിലേൽപ്പിക്കുന്ന സമ്മർദ്ദം കൂടി പശ്ചിമഘട്ട മലനിരകളിൽ ജീവിതം ഒരു ഭീതി സ്വപ്നമായി മാറി. അതുകൊണ്ടാണ് ഇവർ ആവശ്യപ്പെട്ടത്, മലനിരകൾക്കൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്കൊരു സമനിലത്തിൽ പേടി കൂടാതെ ഒരു കുഞ്ഞു വീട് ഞങ്ങൾക്ക് വേണം. അത് മാന്യവും ഡീസൻറ്റുമായൊരു ജീവിത രീതിയായിരിക്കണം. അപ്പോൾ ഒരു ആവാസ വ്യവസ്ഥയാണ് പുനർനിർമ്മിക്കേണ്ടതെന്നാണ് എൻ്റെ പക്ഷം. അതിന് നമ്മൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ടൗൺഷിപ്പിലൂടെ സാധ്യമാകും എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. ബാലകൃഷ്ണൻ, എനിക്ക് അതിനകത്തൊരു ചെറിയ കാര്യം മാത്രമേ ആഡ് ഓൺ ചെയ്യാനുള്ളൂ. കാരണം ചിലപ്പം നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ദുരന്ത മുഖത്ത് കേരളം ഒരു വലിയ മാതൃകയാണ്, സംശയമില്ല. കാരണം വെച്ചാൽ എവിടെ എന്ത് സംഭവിച്ചാലും നിങ്ങളൊക്കെ ഇപ്പം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതുപോലെ 2018 പ്രളയത്തിലാണെങ്കിലും 2019 പ്രളയത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം വെച്ചാൽ ഒന്നടങ്കം മലയാളികൾ അങ്ങോട്ടേക്ക് എത്തുകയും ഒരുമിച്ച് നിൽക്കുകയും ആ ദുരന്തത്തെ അതിജീവിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും സ്റ്റേറ്റ് അടക്കം ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്നാൽ അതിനുശേഷം അല്പം മുമ്പ് അരുൺ പറഞ്ഞു നിർത്തിയതുപോലെ, ശ്രീ ആൻഡ്രൂ അഗസ്റ്റിനും പറഞ്ഞതുപോലെ, അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ എത്രത്തോളം സക്സസ്ഫുൾ ആണ്. അതിപ്പോൾ പുത്തുമലയുടെ കാര്യത്തിൽ നമ്മൾ സക്സസ്ഫുൾ ആണോ കംപ്ലീറ്റ്ലി? പെട്ടിമുടിയുടെ കാര്യത്തിൽ സക്സസ്ഫുൾ ആണോ? അല്ലെങ്കിൽ ഈ പറയുന്ന കവളപ്പാറയുടെ കാര്യത്തിൽ നമ്മൾ സക്സസ്ഫുൾ ആണോ? പുനരധിവാസം എന്ന് പറയുന്നത് നമ്മൾ നല്ലൊരു മാതൃക ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ഇപ്പം എനിക്കൊരു അനുഭവമുണ്ട്. ഇപ്പം ഞാൻ ഈ ലോകരാജ്യങ്ങളിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം സ്വാഭാവികമായിട്ടും അത് വളരെ പെട്ടെന്ന് അവർ അതിനോട് റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുമെങ്കിലും അതിനുശേഷം ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് അവരുടെ ഈ പറയുന്ന ഏറ്റവും ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രയോറിറ്റിയാണത്. ആ പ്രയോറിറ്റിയിലാണ് അവർ ഊന്നൽ കൊടുക്കുക. എത്രയും പെട്ടെന്ന് ആളുകളെ പുനരധിവസിപ്പിക്കും, അവരുടെ മറ്റ് ചികിത്സകളടക്കം മെൻ്റൽ ട്രോമയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന അടക്കമുള്ള എല്ലാ ആക്ടിവിറ്റീസും അവർ നടത്തുന്നുണ്ട്. ഇപ്പം ഞാൻ 2005 US പോയപ്പോൾ, അതിന് മുമ്പാണല്ലോ ആ ട്വിൻ ടവേഴ്സ് ആക്രമിക്കപ്പെടുന്നത്. ഞാൻ ആ സ്ഥലത്ത് പോയി അത് കാണാൻ വേണ്ടി പോയപ്പോണ്ടല്ലോ ഒരു പൊടി പോലും ഇല്ല അവിടെ, ഒരു പൊടി പോലും അവശേഷിക്കുന്നത്. ഒരു വർഷം കൊണ്ട് അവരത് ക്ലിയർ ചെയ്തിട്ട്, ഇത്ര വലിയ കെട്ടിടമാണ്, അത് ക്ലിയർ ചെയ്തിട്ട് അവരവിടെ ഒരു മ്യൂസിയം ഒക്കെ ആക്കിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഒരു പൂന്തോട്ടം അടക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഈ മരടിൽ 2 ഫ്ലാറ്റ് പൊളിച്ചില്ലേ, എത്ര നാളായി? അവിടുത്തെ ഗ്രൗണ്ട് ക്ലിയറൻസ് നടന്നിട്ടുണ്ടോ? ഇതിന് എന്തൊരു നിരുത്തരവാദിത്വമാണ് ഇത്തരം കാര്യങ്ങളിനകത്തുള്ളത്. അപ്പം നമ്മൾ ഈ പറയുന്ന ദുരന്തത്തെ അതിജീവിക്കാൻ നമ്മൾ കാണിക്കുന്ന, അല്ലെങ്കിൽ ദുരന്തത്തെ പ്രതിരോധിക്കാൻ നമ്മൾ കാണിക്കുന്ന അതേ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് പക്ഷേ പുനരധിവാസ പ്രവർത്തനങ്ങളിലില്ല. അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി പലതായിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ശ്രദ്ധയും വയനാട്ടിലേക്ക് എന്ന് പറയുന്നത് സാധ്യമാണോ? അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു വർഷത്തേക്ക് ഈ പറയുന്ന ചൂരൽമല ആ മേഖല മുഴുവൻ റീക്രിയേറ്റ് ചെയ്ത് കളയാം, അതാണ് ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഗവൺമെൻറ് ഫംഗ്ഷൻ ചെയ്യാൻ കഴിയും? എനിക്കറിയില്ല. കാരണം മറ്റൊരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക് അതിന് അഭിസംബോധന ചെയ്യേണ്ടി വരും. അതാണല്ലോ സർക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പറ്റും എന്ന് വെച്ചാൽ ഈ പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും മന്ദഗതിയിലാവും. കുറച്ച് കഴിയുമ്പം ഇതിനോടുള്ള ശ്രദ്ധ കുറയും. അപ്പോൾ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കും, പലതരത്തിലുള്ള പരാതികളുണ്ടാകും. മാധ്യമങ്ങൾ തന്നെ ഇനി എത്രത്തോളം അത് ശ്രദ്ധിക്കും? ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാഷ്ട്രീയമായ ഒരുപാട് ഡെവലപ്മെൻറ്റ് വരും, തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ പൊളിറ്റിക്കലി കുറേ ഇനിയിപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്, ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. നാച്ചുറലി ഇതിൻ്റെയൊക്കെ ശ്രദ്ധ അങ്ങ് മാറും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, ഈ പുനരധിവാസം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഗവൺമെൻറ്റിൻ്റെ മാത്രമായ പ്രോജക്റ്റായി നിന്നുകൂടാ. അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇപ്പോൾ റിപ്പോർട്ടർ TV ഒരു പ്രോജക്റ്റ് വെച്ചു, അതുകൊണ്ട് ഇതിപ്പോൾ അംഗീകരിച്ചേക്കുന്നുള്ള മറ്റുള്ളൊരു വാദമുഖം അല്ല കേട്ടോ പറയുന്നത്. ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്
റിപ്പോർട്ടർ ടി വിയുടെ മാത്രമാണെന്നില്ല, ആരൊക്കെ ഈ സംഭവവുമായി രംഗത്ത് വന്നിട്ടുണ്ടോ അവരെ കണക്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ മതി. ഗവൺമെൻറ് തന്നെ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുക, അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വിങ് ഉണ്ടാക്കുക, എന്നിട്ട് ഈ പറയുന്ന മുഴുവൻ ആളുകളെയും അതുമായി ഇൻകോർപ്പറേറ്റ് ചെയ്യുക, എന്നിട്ട് അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് തീരുമാനിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് എങ്കിൽ ഒരു മാതൃക നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. എനിക്ക് ഉറപ്പാണ് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അവിടെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ മുഴുവൻ ആളുകളെയും റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനൊരു ഇഫേർട്ട് അല്ലാതെ ഗവൺമെൻറ് തന്നെ തീരുമാനിച്ച് ഗവൺമെൻറ് ഇത് നടപ്പാക്കാം എന്നാണ് പറയുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിൻ്റെ പല പ്രയോറിറ്റികളിൽ ഒന്ന് മാത്രമായിട്ട് ഇത് നിൽക്കും. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ശ്രദ്ധ കുറയും. ആ ശ്രദ്ധ കുറഞ്ഞാൽ അത് പലതരത്തിലുള്ള വിവാദങ്ങൾക്ക് വഴിവെക്കും. പിന്നെ അതിൻ്റെ മറുപടികളും വാഗ്വാദങ്ങളും ഒക്കെ ആയിട്ടാണ് ഇതിങ്ങനെ പുരോഗമിക്കുക. അപ്പം ഞാനത് കൺക്ലൂഡ് ചെയ്യുന്നത് എന്താ പറയുക, ഒരു PPP പോലൊരു സംവിധാനം വേണം, അല്ലേ? ഒരു പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനോട് കൂടിയുള്ള ഒരു സംവിധാനത്തിലായിരിക്കണം ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വിഭാഗം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നത്. അപ്പോൾ എനിക്കൊരു സജഷൻ എന്ന് പറയാനായിട്ടുള്ളത്, പുനരധിവാസം എന്ന് പറയുന്ന കാര്യത്തിനകത്തായിരിക്കണം ഇനി ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ. അത് പ്രയോറിറ്റൈസ് ചെയ്യപ്പെടണം. ആ പ്രയോറിറ്റൈസ് ചെയ്തതിന് ശേഷം അതൊരു PPP മാതൃകയിൽ നടപ്പാക്കി എടുക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ദാറ്റ് വിൽ ബി കംപ്ലീറ്റഡ്. ആ പ്രോജക്റ്റ് നന്നായിട്ട് നടക്കും. വലിയ ആശ്വാസം വയനാടിനുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ സമാനതകളില്ലാത്ത തരത്തിലുള്ള ഒരു ദുരന്തത്തെ സമാനതകളില്ലാത്ത രീതിയിൽ നമ്മൾ നേരിട്ടു എന്നുള്ളത് ഇതുവരെ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതാണ് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഒരുമിച്ച് അതിനെ നേരിടുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ നാഷണൽ ഡിസാസ്റ്ററായി പ്രഖ്യാപിക്കണമെന്ന് ആദ്യഘട്ടത്തിൽ നേതാക്കൾ എല്ലാവരും പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം പറയുന്നത് വി മുരളീധരൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. നാഷണൽ ഡിസാസ്റ്റർ എന്നുള്ളൊരു പ്രയോഗം പദവുമില്ല, അങ്ങനെ ഒരു സംവിധാനവുമില്ല. അപ്പോൾ ഏതാണ് L3 കാറ്റഗറിയിലേക്ക് പെടുത്തുക, അപ്പോൾ അതിലേക്കാണ് ആലോചിക്കേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനെ അംഗീകരിക്കാനും അതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊള്ളാനും രാഷ്ട്രീയ നേതാക്കൾ ഈ ഘട്ടത്തിൽ വരെ തയ്യാറാകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ഈ കാര്യത്തിൽ പ്രവർത്തിച്ചു, നമ്മളെങ്ങനെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ മന്ത്രിമാരുടെ ഉപസമിതി ആയാലും നമ്മൾ ഓരോ വിഷയം ഓരോരുത്തരും അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ അത് അങ്ങ് നേരിട്ട് മന്ത്രിയിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ അത് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. അതാണ് നമ്മൾ ക്യാമ്പിൽ നമ്മൾ ഉണ്ടായിരുന്ന ദിവസം ഞാനും ആൻഡ്രൂസും ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഒരു പ്രശ്നം ഒരാൾ വന്ന് പറയുന്നു, ഇവിടെ എൻ്റെ ബന്ധു കിടക്കുന്നുണ്ട്, അവിടെ ഇപ്പോൾ തിരച്ചിൽ വേണമെന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ മന്ത്രി വാസവനായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ സൈന്യത്തിനെ വിളിക്കുകയും പോവുകയും ചെയ്യുന്ന ആ ഒരു വേഗം, വളരെ വേഗം ആ കാര്യം നമ്മൾ കണ്ടാണ്. ഇനിയാണ് ഇനി വേഗം വേണ്ടത് എന്നുള്ള പ്രധാന വിഷയത്തിലേക്ക് വരുന്നു. ഇപ്പോൾ നമ്മൾ പുത്തുമലയിൽ സമാനമായി തന്നെ ഭൂമി ബാക്കിയുള്ളവർ നൽകിക്കൊണ്ട് അവിടെ വീടുകൾ തയ്യാറാക്കുക, അതായിരുന്നു ചെയ്തത്. അതും ഹർഷം എന്നുള്ള പദ്ധതി, അത് ഈ പറയുന്ന ഒരു ടൗൺഷിപ്പ് തന്നെയാണ് ആലോചിച്ചിരുന്നത്. പക്ഷേ ആ ടൗൺഷിപ്പ് എത്രത്തോളം പ്രായോഗികമായി, നമ്മൾ വരുന്ന വഴിക്ക് ആ വീടുകൾ കണ്ടല്ലോ, അത്ര പേർ ആ വീടുകൾ താമസിക്കുന്നുണ്ടെന്നൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ 5 വർഷമായി. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നമ്മൾ പുനരധിവാസ പദ്ധതികളിലൊന്നും അത്ര വിജയിച്ചിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നു. വർഷം അങ്ങോട്ട് കഴിയും തോറും അതിലുള്ള വേഗവും അതിനുള്ള ചൂടും ഒക്കെ മാറി വേറെ തലങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ അതിന് കഴിയുന്നവരെ അത് ഏൽപ്പിക്കുകയും അതിൻ്റെ ഒരു മേൽനോട്ടം സർക്കാർ വഹിക്കുകയും ചെയ്യുന്നുള്ളത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രായോഗികമായിട്ടുള്ള കാര്യം. അപ്പോൾ അതിലേക്ക് പോകുമ്പോഴും ഈ പറയുന്ന വഴി ഈ പദ്ധതി ആവുന്നതിന് മുമ്പുള്ള കാലം എങ്ങനെ, ഇപ്പോൾ ഇന്ന് നോക്കൂ, ഇന്ന് വയനാട് എത്രയും വേഗം പഴയ ജീവിതത്തിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായി സ്കൂളുകൾ തുറക്കുന്നുണ്ട്. അപ്പോൾ ക്യാമ്പുകളല്ലാത്ത സ്കൂളുകളൊക്കെ ഇന്ന് തുറന്നിരിക്കുന്നു. നല്ല കാര്യം, നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. പക്ഷേ ക്യാമ്പുകൾ ഇനി സ്കൂളുകളിൽ തുടരുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് സ്വാഭാവികമായി ആ ക്യാമ്പുകളിൽ നിന്ന് മാറി. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വരുന്ന പ്രതികരണങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകും, ക്യാമ്പ് കഴിഞ്ഞെങ്ങോട്ട് എന്ന ചോദ്യം അവർ ഉയർത്തിക്കഴിഞ്ഞു. ക്യാമ്പ് കഴിഞ്ഞെങ്ങോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ആ വീട് തയ്യാറാകുന്നു, ടൗൺഷിപ്പ് റെഡിയാകുന്നു എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും അത് വേഗത്തിലല്ല എന്ന് അവർക്കറിയാമല്ലോ. അതിനിടയിൽ എങ്ങോട്ടാണ്? അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ചർച്ചയിൽ മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അടഞ്ഞു കിടക്കുന്ന വീടുകളും ഫ്ലാറ്റുകളും കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു സംവിധാനം ആലോചിക്കുന്നു. എനിക്ക് അറിയില്ല വയനാട്ടിൽ അങ്ങനെ ഫ്ലാറ്റുകളുണ്ടോ, അടഞ്ഞു കിടക്കുന്ന ഒരുപാട് കെട്ടിടങ്ങളുണ്ടോ അറിയില്ല. അത് തന്നെ വീട് എന്നൊരു സങ്കല്പത്തിലുള്ളതാണോ? ഇപ്പോൾ ഇവരുടെ മാനസികാരോഗ്യ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കുട്ടികൾ വളരെ വേഗത്തിൽ തിരിച്ചു വരുന്നുണ്ട്. കുട്ടികൾക്ക് അവർക്ക് ഒരു കളിക്കാനുള്ള സംവിധാനം, അവർക്ക് എഴുതാനും വായിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ കൊടുക്കുമ്പോൾ വളരെ വേഗത്തിൽ വരുന്നു. ക്യാമ്പിലുണ്ടായിരുന്ന എന്താ പറയുക ജിത്തിക, അവർ പറഞ്ഞു അതാണ്. പക്ഷെ അങ്ങനെയല്ല മുതിർന്നവർ ശരിക്കും വല്ലാതെ ഒരു ആഘാതത്തിലാണ്. അവരെ പുറത്തു കൊണ്ടുവരാൻ എളുപ്പമല്ല. അപ്പോൾ ഈ പറഞ്ഞ ഈ കാലയളവിൽ അവരെവിടെ താമസിക്കുന്നു, അവർക്ക് ആ കാലയളവിൽ ജീവിക്കാനുള്ള അവസ്ഥ എന്താണ്, അവർക്ക് തൊഴിൽ ചെയ്തുകൊണ്ട് നിലവിൽ തൊഴിൽ ചെയ്യുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ ആ ജോലിയിലേക്ക് തന്നെ പോയിക്കൊണ്ട് ആ വീടുകളിലേക്ക് തിരിച്ചെത്താൻ പറ്റുമോ? ഇനി അതല്ല തൊഴിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ളവർക്ക് കയ്യിൽ ഒരു തുക കയ്യിൽ ഉണ്ടാകുമോ?
ഒന്നുമില്ലല്ലോ, ഇട്ട വസ്ത്രത്തിലല്ലേ, ഒറ്റ രാത്രി കൊണ്ട് ജീവിതം മാറി പറഞ്ഞവരല്ലേ. അപ്പോൾ അതിനെന്താണ് ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ള ആലോചനകൾക്ക് സർക്കാർ പോകണം. സർക്കാരിന് തല പുകഞ്ഞ് ഇതിൽ തന്നെ ചുറ്റി ഒരുപാട് വിഷയങ്ങളാണ്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് അഡ്രസ്സ് ചെയ്യുക എളുപ്പമല്ല. അപ്പോൾ അതിന് കഴിയുന്ന, അതിൽ പ്രായോഗിക പരിജ്ഞാനമുള്ള എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് അതിനൊരു നേതൃത്വം വഹിക്കുക എന്നതാണ് സർക്കാരിനെ സംബന്ധിച്ച് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ പുത്തുമലയിൽ നടപ്പാക്കിയ പദ്ധതി എത്രത്തോളം വിജയിച്ചു എന്നുള്ളതൊക്കെ ഗൗരവത്തിൽ പരിശോധിക്കേണ്ട കാര്യം ഈ ഘട്ടത്തിൽ വരികയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ പറഞ്ഞ പോലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇനി നമ്മൾ ആ ഘട്ടത്തിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. ഇതുവരെ നമ്മൾ കുറ്റം പറയുന്ന രീതിയിലേക്കല്ല നമ്മൾ ഒരുമിച്ച് നിന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ട് പരിഹരിക്കപ്പെടേണ്ട ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വിഷയങ്ങളിലേക്ക് കടക്കേണ്ട സമയം എത്തിയിരിക്കും. നേരത്തെ സ്മൃതി പറഞ്ഞതിൽ ഒരു വാചകം കൂടെ കൂട്ടിച്ചേർത്താൽ, മന്ത്രിമാർ യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചത് വാർഡ് മെമ്പർമാരെ പോലെയാണ് അല്ലേ? സാധാരണ ഒരു വാർഡ് മെമ്പർ നമ്മൾ വിളിച്ചിട്ട് ഇത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് കൊടുത്തുവിട് തരാമെന്ന് പറയുന്നത് റവന്യൂ വകുപ്പ് മന്ത്രിയും ടൂറിസം വകുപ്പ് മന്ത്രിയും വനംവകുപ്പ് മന്ത്രിയും കേബിൾ മിനിസ്റ്ററും വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട് എന്നുള്ളതാണ്. അതൊരു കേരളം MLA അത് തന്നെയാണ് കേട്ടോ. സിദ്ദിഖിൻ്റെ കാര്യം നമ്മൾ അത് തന്നെ പറയണം. നമുക്ക് ബാലൻസ് ചെയ്യാൻ പറയുന്നതല്ല, അവിടെ നടന്ന കാര്യം ആയതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യമാണ്. ഞാൻ എനിക്ക് സുജയ കുറേ പേര് അന്വേഷിച്ചു അവിടെ, കുറേ ദിവസം അവിടെ സാഹസികമായ മാധ്യമ പ്രവർത്തനം. അതെ, അവിടെ മാത്രമല്ല കുറേ ആളുകൾ സുജയെ അന്വേഷിക്കുകയും പറയുകയൊക്കെ ചെയ്തിരുന്നു അവിടെയും. സുജയ്ക്ക് എന്താ തോന്നുന്നത്? അവിടെയുള്ള മനുഷ്യർ എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചൊരു കാര്യം എന്താ അറിയോ, അവർ വളരെ ടച്ചിങ്ങായി ചോദിച്ചൊരു കാര്യം, ഇതിപ്പോൾ നാളെയും മറ്റന്നാളും കൂടെ ഞങ്ങൾ ഈ സ്കൂളിലുണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിലരൊക്കെ ബന്ധുവീടുകളിലേക്ക് പോകും. കാരണം ഇവിടെ പെൺകുട്ടികളും ഒക്കെ ഉണ്ട്, അപ്പം ഒരുപാട് കാലം കഴിയാൻ കഴിയില്ലല്ലോ സ്വാഭാവികമായിട്ടും. പക്ഷെ ബന്ധുവീട്ടിൽ എത്ര കാലം തുടരും? ഇവിടുന്ന് 2 ആഴ്ച താമസിക്കാം, ഒരു 2 ആഴ്ചയും കൂടെ ബന്ധുവീട്ടിൽ താമസിക്കാം, അപ്പം 4 ആഴ്ചയായി. അത് കഴിഞ്ഞ് വീണ്ടും ബന്ധുക്കൾക്ക് ഞങ്ങളൊരു ഭാരമാവില്ലേ എന്നൊരു ചോദ്യം. അതവിടെയാണ് ആൻറ്റോകേഷൻ ചോദിച്ച ചോദ്യം, ഒരു ഷോർട്ട് ടേം സെറ്റിൽമെൻറ്റ് വേണ്ടേ എന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലേ. അവിടെ താമസിച്ചിരുന്ന ഓരോ സ്ഥലത്തെയും അവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും നമ്മൾ പോയതാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയപ്പോഴും അവിടെ അപ്പോഴേക്കും കുറേയൊക്കെ ഒന്ന് സെറ്റിൽ ഡൗൺ ആയി. നമ്മൾ ചെന്നിറങ്ങുന്നത് ആ ദുരന്തമുണ്ടായ അതേ ദിവസമാണ്. ആദ്യം പോകുന്നത് ക്യാമ്പിലേക്കാണ്. അപ്പോൾ ക്യാമ്പും അതോടൊപ്പം തന്നെ ഈ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്ന ഭാഗം, ഒപ്പം മൃതദേഹങ്ങൾ എല്ലാം വൃത്തിയാക്കുന്നത്, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് എല്ലാം അടുത്തടുത്ത സ്ഥലങ്ങളിലാണ്. അപ്പോൾ അവിടേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മുന്നിലുള്ളത്, അവിടെ വന്നിറങ്ങുമ്പോൾ നമ്മുടെ മുന്നിലുള്ളതൊരു പാനിക് സിറ്റുവേഷൻ ആയിരുന്നു. എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, നമ്മൾ മുന്നിൽ എന്താണ് കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അതിൽ നിന്നാണ് ഇപ്പോൾ ഒരാഴ്ച പിന്നിടുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരം അവിടെ ചെല്ലുന്നത് മുതൽ ശനിയാഴ്ച അവിടെ നിന്ന് തിരിച്ചു പോരുന്നവരെ, ഞാൻ ശനിയാഴ്ചയാണ് ഇവിടേക്ക് എത്തുന്നത്, അതുവരെ നമ്മൾ കണ്ടത് മുഴുവൻ മനുഷ്യർ വന്ന് അവരുടെ സങ്കടം പറയുകയല്ല, പലരും കരയുന്നില്ല, ഒരു നിർവികാരതയൊക്കെ അവരെ പിടികൂടിയതുപോലെയാണ്. കണ്ണീരൊക്കെ വറ്റി നിൽക്കുന്ന മനുഷ്യരാണ്. അവർ പറയുന്നുണ്ട്, അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ചിലതൊന്നും നമ്മൾ ക്യാമറയിൽ എടുത്തതേയില്ല. ഞാൻ എൻ്റെ മുന്നിൽ വന്ന എല്ലാ മനുഷ്യരെയും ക്യാമറയിൽ എടുത്തില്ല. കാരണം കുറേയൊക്കെ നമുക്ക് കേട്ട് നിൽക്കുമ്പോൾ അവരോട് പിന്നെ ചോദ്യം ചോദിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മനുഷ്യരുണ്ടായിരുന്നു. അപ്പോൾ അല്ലാത്തതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. കാണാത്ത മനുഷ്യരെക്കുറിച്ച് പറയാം. കാണാത്ത മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലാണ്. എല്ലാം പോയി, ഞാൻ മാത്രം അവശേഷിക്കുന്നു, ഇനി ഞാൻ എന്തിന് ജീവിക്കണം? അവിടെ എന്തായാലും JCB കൊണ്ട് മണ്ണെടുക്കുന്നുണ്ടല്ലോ, ഞാൻ അവിടേക്ക് പോയാൽ എന്നെയും കൂടി എന്നോടൊരു മനുഷ്യൻ വന്ന് പറഞ്ഞാൽ എന്നെയും കൂടി അതിലിട്ടങ്ങ് മൂടിയേക്കാൻ പറയാം, ഞാൻ മാത്രമായിട്ട് എന്തിനാണ് ജീവിക്കുന്നത്? അങ്ങനെ ചോദിക്കുന്ന ഒരു പ്രായമായ മനുഷ്യനാണ് വന്ന് പറയുന്നത്. അയാളുടെ കൊച്ചുമകളടക്കം എല്ലാം കയ്യിൽ നിന്നാണ് ഊർന്നു പോകുന്നത്. ഞാൻ എല്ലാവരെയും പിടിച്ചു കയറ്റാനായി ശ്രമിച്ചു, അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചു, പക്ഷേ എല്ലാവരെയും കൈവിട്ടു പോയി. ഇനി ഞാൻ മാത്രമായിട്ട് എന്തിനാണ് എന്ന് ചോദിക്കുന്ന മനുഷ്യരുണ്ട്. അതൊരു അതിൻ്റെ ഒരു പരിച്ഛേദമാണ്. അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. പിന്നെ കുഞ്ഞു മാത്രമായി പോയി ആശുപത്രിയിൽ കഴിയുന്ന 7 കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ 7 or 8 കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് ആരുമില്ല. അവരുടെ ബന്ധുക്കൾ, അമ്മയുടെ സഹോദരി, എല്ലാവരും. ഒരു കുഞ്ഞ് അമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ താമസിക്കാൻ വന്നതാണ്. അവനൊഴികെ ബാക്കി എല്ലാവരും മരിച്ചു. ആ കുടുംബത്തിൽ ഇനി അവന് തിരിച്ചു പോകാൻ ഒരിടമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആരുമില്ലാതായി പോയ മനുഷ്യരുണ്ട്. അതിൽ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു പക്ഷേ ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ദത്ത് നൽകുകയോ അല്ലെങ്കിൽ സംരക്ഷണം ഒരുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും. അവർ കുറച്ചുകൂടി പ്രായമാകുമ്പോഴേക്കും ഇതിനെയൊക്കെ അതിജീവിച്ച് മറ്റൊരു ജീവിതത്തിലേക്ക് പോകും. പക്ഷെ പ്രായമായവരുടെ കാര്യം അങ്ങനെയല്ല. അവരവരുടെ മക്കളെ, കൊച്ചുമക്കളെ, ഭാര്യയെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരു കുടുംബമായി കഴിഞ്ഞതാണ്. ഇവിടെ നമുക്ക് വേണ്ടത് ഒരു പുനരധിവാസ പാക്കേജ് എന്നതിനേക്കാൾ ഒരു ഫാമിലിയായി താമസിക്കുന്നതിനുള്ള ഒരു ഫാമിലി പാക്കേജാണ്. അതായത് നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ഇപ്പോൾ പരസ്പരം അറിയാം, അവർ ക്യാമ്പിൽ എല്ലാവരും തമ്മിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ താൽക്കാലികമായിട്ടുള്ള താമസ സ്ഥലം അവർക്ക് ഒരുക്കുമ്പോൾ, അതായത് വാടക വീടുകളായിക്കോട്ടെ, ഫ്ലാറ്റുകളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അത് മെക്കാനിക്കൽ ആകരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അതായി കഴിയുമ്പോൾ നമ്മൾ ആ മനുഷ്യരോട് ചെയ്യുന്ന ക്രൂരതയാണ്.
കാരണം ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും നഷ്ടപ്പെട്ടു. ഇപ്പോൾ നമ്മൾ വേണമെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് താമസിക്കുമായിരിക്കും, കാരണം നമ്മൾ പരിചിതരാണ്. ഈ മനുഷ്യരൊക്കെ പരസ്പരം കണ്ടിട്ടൊക്കെ ഉണ്ടാകും, എന്നാൽ പോലും ഒരിക്കലും ഒന്നിച്ച് താമസിക്കാത്ത മനുഷ്യർ ഒരു ക്യാമ്പിൽ ആ ഒരു മേൽക്കൂരയുടെ കീഴിൽ താമസിക്കുകയാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും നഷ്ടപ്പെട്ടിട്ട് അവിടെ ക്യാമ്പിൽ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്ന മനുഷ്യരുണ്ട്. 11 പേരുള്ള കുടുംബത്തിൽ 2 പേർ മാത്രമായി അവശേഷിച്ച് 9 പേരും പോയി എന്ന് പറഞ്ഞ മനുഷ്യരുണ്ട്. അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ കുടുംബങ്ങളാണ്. 4 മുറികളുള്ള ഒരു വീട്ടിൽ താമസിച്ച 11 പേരുള്ള കുടുംബങ്ങൾ. അങ്ങനെ ഒരു 3-4 പേരെയെങ്കിലും ഞാൻ കണ്ടു. അതിലൊക്കെ 2 പേർ അല്ലെങ്കിൽ 3 പേരെ അവശേഷിക്കുന്നുള്ളൂ. അവർക്കപ്പോൾ ഈ കൂട്ടുകുടുംബമായി ജീവിച്ചിരുന്ന മനുഷ്യർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട് 2 മുറിയുള്ള ഒരു വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ആൺകുട്ടികൾ മാത്രമായിരിക്കും ഒക്കെ അവിടെ അവശേഷിച്ചത്. അവർക്ക് മാത്രമായിട്ട് ജീവിക്കാൻ പറ്റില്ല, കാരണം അവർ ജീവിച്ചു വന്ന സാഹചര്യം അതല്ല. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു മാനുഷിക പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു പുനരധിവാസമാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ അല്ലാതെ കാണുന്നത് പോലെ ഒരു വീട്ടിലുണ്ടായിരുന്ന ആളുകൾക്ക് മുഴുവൻ ആ വീട് നഷ്ടപ്പെട്ടു, അവർക്കൊരു പുനരധിവാസം കൊടുക്കുന്നു. ആ ആംഗിളിൽ നമ്മൾ കാണാൻ പാടില്ല. ആവാസവ്യവസ്ഥ അല്ലേ? അങ്ങനെ നമ്മൾ അവരെ നമ്മൾ കുറച്ചും കൂടി ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് ഒരു കുടുംബം തകർന്നു പോയിരിക്കുകയാണ്. ആ കുടുംബം തകർന്നു പോയതിൻ്റെ വേദനയുള്ള മനുഷ്യരെ ആ വേദന ഉൾക്കൊണ്ടുകൊണ്ട്, മന്ത്രിമാരൊക്കെ അത് ഉൾക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അവിടെ മുഹമ്മദ് റിയാസും കെ രാജനും ഒക്കെ സംസാരിക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ അവർക്കത് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പുനരധിവാസം അത് ഈ താൽക്കാലിക സംവിധാനത്തിലും വേണം. പിന്നെ സാർ മുന്നോട്ട് വെച്ച പ്രോജക്റ്റ് എന്ന് പറയുന്നത് അത് 15 സെൻറ്റിനുള്ളിലാണ്, കേവലം മുറികളല്ല. ഒരു മേൽക്കൂരയും 2 മുറിയും കിട്ടിയാൽ പുനരധിവാസമാകില്ല. കാരണം ഇവരുടെ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അവർക്ക് മറ്റുള്ള ആളുകളുമായി കൂടിച്ചേർന്ന് താമസിക്കാൻ കഴിയുന്ന സ്ഥലമാണ് വേണ്ടത്. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ പുഞ്ചിരിവട്ടത്തെ വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 വീടുകൾ ചേർന്നിരിക്കുന്നു, അത് കഴിഞ്ഞ് കുറേ സ്ഥലം, അത് കഴിഞ്ഞ് വീണ്ടും വീടുകൾ ഇരിക്കുന്നു. അങ്ങനെ ചെറിയ ചെറിയ കമ്മ്യൂണുകളാണ്. അങ്ങനെ കമ്മ്യൂണായി താമസിക്കുന്ന മനുഷ്യരെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് മാറ്റിയാൽ അവർക്ക് പറ്റില്ല. കാരണം അവർ ആ സ്ഥലവും അവിടെയുള്ള മരങ്ങളും കൃഷിസ്ഥലവും കാപ്പിത്തോട്ടത്തിനിടയിൽ ഒരു കുഞ്ഞു വീട്, അങ്ങനെയൊക്കെയുള്ള വീടുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ അവിടെ മുഴുവൻ പാറ കൂടി കിടക്കുകയാണ്. ഇവിടെ നേരത്തെ എന്തായിരുന്നു? അപ്പോൾ അതിന് മുകളിലൊക്കെ കാപ്പി കണ്ടപ്പോൾ താഴേക്ക് എന്തായിരിക്കുമെന്ന് അറിയാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ആളോട് ചോദിച്ചു, പറഞ്ഞു ഞങ്ങളുടെയൊക്കെ വീടിന് ചുറ്റും ഇങ്ങനെയാണ്, കുറച്ച് കൃഷി, കുറച്ച് ചെടികൾ, പിന്നെ കുറച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം, അങ്ങനെ ഒരു കൊച്ചു വീടുകൾ ചേർന്നിട്ടുള്ള ഒരു കമ്മ്യൂൺ. അങ്ങനെയായിരുന്നു വെള്ളാർമലയുടെ ചുവട്ടിലായാലും ചൂരൽമലയുടെ ചുവട്ടിലായാലും ഒക്കെ താമസിച്ചിരുന്നത്. അങ്ങനെയാണ്. ചെറിയൊരു ടൗണാണ് ചൂരൽമല. അങ്ങനെ ഒരുപാട് സുഖസൗകര്യങ്ങളോ അങ്ങനെ ആർഭാടങ്ങളോ അങ്ങനെയൊന്നും ജീവിച്ച മനുഷ്യരെയല്ല. ഇടത്തരത്തേക്കാൾ താഴെയുള്ള ജീവിത നിലവാരത്തിൽ താമസിച്ച മനുഷ്യരാണ് കൂടുതലും ജീവിതം നഷ്ടമായത്. അവരുടെ ജീവിത രീതിയും അവരുടെ ആകുലതകളും അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പുനരധിവാസ പാക്കേജാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. അത് ഈ ക്യാമ്പിൽ നിന്ന് തന്നെ തുടങ്ങണം. ഈ സ്കൂൾ മുറിയിലെ ബെഞ്ചുകൾ കൂട്ടിയിട്ടും അവിടെ താൽക്കാലികമായി ഇപ്പോൾ കട്ടിലും മെത്തയും ഒക്കെ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അവർക്കൊരിക്കലും താങ്ങാൻ കഴിയുന്നതില്ല. അവരുടെ മെൻ്റൽ ട്രോമ കൂടുകയേ ഉള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ താമസിക്കാൻ പറ്റുന്ന മറ്റൊരു സുരക്ഷിതമായ ഇടത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതൊരിക്കലും നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ അടച്ചുപൂട്ടി കിടക്കുന്ന കെട്ടിടങ്ങൾ, ചിലപ്പോൾ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാനോ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടവ ഉണ്ടാകും. അവയിൽ ഒരു കട്ടിലും മെത്തയും കൊണ്ടുപോയിട്ടാൽ അവർക്ക് അവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല. കാരണം നമുക്ക് തന്നെ അവിടെ പോയി നിന്ന ആളുകൾക്ക് തന്നെ, എൻ്റെ സാറിന് അറിയാമല്ലോ, നമുക്ക് ഇപ്പം നമ്മുടെ വൈസ് ചെയർമാൻ സുജി സാറ്, ജോസൂട്ടി അഗസ്റ്റൻ എനിക്കൊപ്പം ഈ റിപ്പോർട്ടിംഗ് മേഖലയിലെല്ലാം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ചവിട്ടി അടുത്തത് നമ്മൾ ചിലപ്പോൾ മൃതദേഹത്തിലായിരിക്കും ചവിട്ടുക എന്ന് തോന്നുന്ന സ്ഥലങ്ങളിലൂടെ വരെ നമ്മൾ പോകുമ്പോഴേക്കും എനിക്കൊപ്പം ജോസൂട്ടി സാർ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രോമയാണ്. നമ്മൾ ആ പോകുന്ന വഴിയിൽ നമുക്ക് ഭക്ഷണം നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ കഴിക്കാതെ നമ്മൾ ആ ദിവസം മുഴുവൻ തുടരേണ്ടി വരും. ആ ഒരു ട്രോമ അതിപ്പോഴും കുറേയൊന്നും വിട്ടുപോയിട്ടില്ല. അതൊക്കെ എല്ലാ മനുഷ്യരുടെയും മനസ്സിലുണ്ടാകും. അപ്പോൾ അത് അനുഭവിച്ച ആ ദുരന്തത്തിനിരയായ മനുഷ്യരുടെ ട്രോമ എന്താണെന്ന് കൂടി നമ്മൾ ഉൾക്കൊള്ളണം. അതല്ലാതെ നമ്മൾ വളരെ മെക്കാനിക്കലായി അവർക്ക് ഒരു വീട് ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കെട്ടിടത്തിൽ 4 കട്ടിൽ കൂട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അവർക്ക് ഭക്ഷണം അവിടെ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനെയല്ല. നമ്മൾ അവർക്ക് കൊടുക്കുന്നത് ഒരു സഹായമാണെന്ന് അവർക്ക് തോന്നാത്ത രീതിയിൽ, അവരെ തന്നെ ജീവിക്കാൻ പര്യാപ്തരാക്കുന്ന രീതിയിൽ അവരെ കൊണ്ടുചെന്ന് ഒരു സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാത്ത എന്ത് സഹായവും അത് അവരെ പിന്നോട്ട് പോകുന്നതിനെ അടിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ഇപ്പോൾ പ്രഖ്യാപിച്ച പാക്കേജിനെ കുറിച്ച് ഇതിൻ്റെ ആലോചന നടക്കുന്ന വേളയിൽ, അല്ലെങ്കിൽ ഇതേക്കുറിച്ചൊക്കെ പറയുന്ന വേളയിൽ ആദ്യം ബിഷപ്പ് വരുമ്പോഴാണ് നമ്മുടെ ചെയർമാൻ റോജി അഗസ്റ്റൻ സാർ അപ്പോൾ പെട്ടെന്നാണ്, ആരോടും അങ്ങനെ, എനിക്ക് തോന്നുന്നു ആൻഡ്രോ സാർ പോലും ആ സ്ഥലത്തുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അദ്ദേഹത്തിന് അവിടെ ഈ കാഴ്ച കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ക്യാമ്പിൽ, മേപ്പാടിയിലെ ക്യാമ്പിലേക്ക് വരുന്ന താഴത്തെ, മേളിൽ ക്യാമ്പാണ്, മുകളിലത്തെ നിലയിൽ ക്യാമ്പ്, താഴത്തെ നിലയിൽ ഈ മൃതദേഹ ഭാഗങ്ങളും ഒക്കെയാണ് വന്ന് വീഴുന്നത്. നമ്മൾ നോക്കുമ്പോൾ ടേബിളിലേക്ക് കൊണ്ടുവന്ന് ഇത് വെക്കുകയാണ്. അപ്പോൾ അത് കണ്ടു നിൽക്കാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മളൊരിക്കലും, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ശരീരം ചിന്നിപ്പോയ മനുഷ്യരെയൊക്കെ കാണുന്നത്. അപ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമുക്ക് പരിചയമുള്ള മനുഷ്യരല്ല, നമുക്ക് അറിയുന്ന മനുഷ്യരല്ല, പക്ഷെ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ കണ്ടു
കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ഇവർക്ക് വേണ്ടി ചെയ്തേ പറ്റൂ എന്ന് തോന്നിപ്പോകും. ആ തോന്നലിൽ നിന്നാണ്, എനിക്ക് തോന്നുന്നില്ല അന്ന് ആൻഡ്രോ സാറിനോടൊന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പെട്ടെന്നാണ് റോയ് സാർ, നമ്മുടെ ചെയർമാൻ റോജി അഗസ്റ്റിൻ പെട്ടെന്നാണ് അവിടെ വെച്ച് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ വോളണ്ടറിലി പറയുകയാണ്. പിന്നീട് അതിൽ പിടിച്ചാണ് നമ്മൾ ഈ ഒരു ആശയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മുടെ വൈസ് ചെയർമാൻ ആയാലും നമ്മുടെ നമ്മുടെ RBC റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മാത്രമല്ല, നമ്മുടെ സിസ്റ്റർ കൺസേൺസിലുള്ള ആളുകളായാലും എല്ലാവരും ഇതിനൊപ്പം ഈ ഒരു തീരുമാനത്തിനൊപ്പം നിൽക്കുക, നമ്മളെല്ലാവരും ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ഇവർ മാനേജ്മെൻറ്റ് വയനാടുകാരായതുകൊണ്ട് മാത്രമല്ല, നമ്മളൊക്കെ ഉല്ലാസയാത്രയ്ക്കൊക്കെ മാത്രം വയനാടുമായി പോയ ബന്ധമാണുള്ളത്. പക്ഷേ ആ മണ്ണിൽ ഒന്ന് ചവിട്ടി നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഉണ്ണിസാർ ഒഴുകി ബാക്കി നമ്മളെല്ലാവരും ആ ഭൂമിയിൽ എന്താണെന്ന് നേരിട്ട് കണ്ടവരാണ്. ഞാൻ സ്മൃതിമാടോ ഒന്നിച്ചാണ് അവിടെ ചെന്നിറങ്ങുന്നത്. നമ്മൾ ചെല്ലുമ്പോഴേക്കും ആംബുലൻസിൻ്റെ ബഹളവും നിലവിളിയും, ആളുകൾ ഈ ബന്ധുക്കളാണോ അവിടെ ഈ മൃതദേഹം വരുന്നതെന്ന്, ഓരോ മൃതദേഹവും വരുമ്പോൾ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും വിട്ടുപോയിട്ട് ഓരോ മൃതദേഹവും കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് നഷ്ടപ്പെട്ടവരാണോ എന്നറിയാൻ ഓടിച്ചെന്ന് ആ കിടത്തിയിരിക്കുന്ന മേശപ്പുറത്താണ് കൊണ്ടുവന്ന് ഈ മൃതദേഹം വയ്ക്കുന്നത്. ഒരു വെളുത്ത തുണിയിൽ കൊണ്ടുവന്ന് അവിടെ വയ്ക്കുകയാണ്. ചിലപ്പോൾ പൂർണ്ണമായ മൃതദേഹമായിരിക്കില്ല. ഓരോ ഇടത്തേക്ക് മനുഷ്യർ വന്നിട്ട് അത് നമ്മുടെ ആളാണോ, നമുക്ക് നഷ്ടപ്പെട്ടവരാണോ, എന്നിട്ട് വീണ്ടും വന്ന് ഇവർ കരയാണ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ഒരു ഇതിലൂടെ കടന്നുപോയ മനുഷ്യരാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ അവരെ ചേർത്ത് പിടിക്കാൻ. അതിന് സർക്കാർ ചെയ്യേണ്ടത്, സർക്കാർ ഇപ്പോൾ പലയിടങ്ങളിലും പല ദുരന്തങ്ങളും, ഇപ്പോൾ കുട്ടിക്കലായാലും പുത്തുമലയായാലും പെട്ടിമുടി ആയാലും നമ്മൾ സമാനമായി കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിലുണ്ടായ പല ദുരന്തങ്ങളിലും നഷ്ടപരിഹാരം കൊടുക്കുക, ഒരു തുക കൊടുക്കുന്നതും അവർക്കായി 2 മുറി നിർമ്മിച്ചു കൊടുക്കുന്നതും മാത്രമാകരുത്. എന്താണോ അവർക്ക് നഷ്ടപ്പെട്ടത് ആ നഷ്ടം നമുക്ക് നികത്തി കൊടുക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ അവരെ ചേർത്ത് പിടിക്കുന്നത്. കാരണം ഈ രക്ഷാപ്രവർത്തനത്തിൽ അവിടെ DYFയും വൈറ്റ് ഗാർഡും സേവാഭാരതിയും എല്ലാം തോളോട് ചേർന്ന് PDPയും SDP എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാ സംഘടനകളിലും പെട്ട ആളുകൾ മനുഷ്യരായാണ് നിന്നത്. ആ മനുഷ്യത്വത്തോടെ നിന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കാൻ ഈ ദൗത്യത്തിൽ നമുക്ക് വേണം. അതായത് സാർ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ആദ്യത്തെ ഘട്ടം പിന്നിട്ട് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നതിന് മുൻപുള്ള ഘട്ടമാണ്. അവിടെ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത് കേവലം മുറികളും കട്ടിലും മാത്രമാകരുതെന്നുള്ളതാണ് സർക്കാരിനോടുള്ള എൻ്റെ ഏറ്റവും വിനയത്തോടു കൂടിയുള്ള അഭ്യർത്ഥന. അങ്ങനെ മാത്രമാണ് നമുക്ക് ആ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ കഴിയുക. അല്ലെങ്കിൽ അവർ വീണു പോകുന്നത് വലിയ നിരാശയുടെ, ഇമോഷണൽ ട്രോമയുടെ അങ്ങേയറ്റത്തേക്കായിരിക്കും എന്നുള്ളത്. കാരണം നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ദുരന്തമാണ്. ഈ ദുരന്തത്തിൽ മനുഷ്യർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ട അവർ ആ ഭാഗത്ത് കിടക്കുകയല്ല, 40 കിലോമീറ്ററോളം ഭാഗത്തേക്ക് ചിന്നിച്ചിതറിപ്പോയ മനുഷ്യരാണെന്നുള്ളത് നമ്മൾ ഓർക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനപ്പുറത്ത് ഒരു കാര്യം കൂടെ ഉള്ളതേ, ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ വയനാട് പാക്കേജ് പ്രഖ്യാപിച്ചില്ലേ, ബജറ്റിൽ വയനാട് പ്രഖ്യാപിച്ചു, ഒരു കാര്യവും നടന്നിട്ടില്ലല്ലോ ആ സമയത്ത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന 2 ജില്ലകളാണ് വയനാടും ഇടുക്കി. ഈ 2 ജില്ലകളിലും നല്ല മെഡിക്കൽ കോളേജ് ഇല്ല അല്ലേ? ഒരു കാട്ടാനയാക്രമണമൊക്കെ എത്രയാണ് ഈ 2 ജില്ലകളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ഒരു വേണ്ട രീതിയിലുള്ള പരിഗണന, അർഹിക്കുന്ന പരിഗണന ആ ജനതയോട് കാലാകാലങ്ങളായി, ഒരു സർക്കാർ എന്നുള്ള നിലയ്ക്കല്ല ഞാൻ ഈ പറയുന്നത്, കാലാകാലങ്ങളായി മാറി വന്നിട്ടുള്ള ഒരു സർക്കാരും ആവശ്യപ്പെടുന്ന, ഞാൻ പറയുന്ന ആ പ്രത്യേക പരിസ്ഥിതിയിൽ ജീവിക്കുന്ന മനുഷ്യരോട് കാണിക്കേണ്ട ഒരു നീതിയുണ്ട്. അതൊരു സാമൂഹ്യ നീതിയാണ്. ആ സാമൂഹ്യ നീതി കാണിക്കുന്നതിൽ എത്രത്തോളം വീഴ്ച വരുത്തിയിട്ടുള്ളൊരു സൊസൈറ്റിയാണ് നമ്മൾ. അത് ഇടുക്കിയുടെ കാര്യത്തിലാണെങ്കിലും വയനാടിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു നല്ല മെഡിക്കൽ കോളേജ് ഇല്ല എന്നുള്ളതാണ്. വയനാട്ടിലൊരു അപകടമുണ്ടായാൽ പാലക്കാട് അട്ടപ്പാടി ചുരം ഇറങ്ങി വരുമ്പോൾ എത്ര ദൂരം സഞ്ചരിക്കണം. മാത്രമല്ല ഈ പാലക്കാട് മെഡിക്കൽ കോളേജ് ഫുൾ ഫംഗ്ഷനിങ് മാത്രമല്ല, ഈ പറയുന്ന വയനാട്ടിൽ നിങ്ങളിപ്പോൾ താമസിക്കുന്ന വയനാട്ടിൽ നിന്നൊരു രോഗിയെ കോഴിക്കോട്ട് എത്തിക്കണമല്ലോ. എന്തായാലും ആ ചുരത്തിലെ ട്രാഫിക്കിൻ്റെ സ്ഥിതി എന്താ? ആ ചുരം നമുക്ക് ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ല, അവിടുത്തെ ട്രാഫിക്ക് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, അവിടെ ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇടുക്കിയിലും ഇത് തന്നെയാണ്. ഇടുക്കിയിൽ നിന്ന് ഒരാൾക്ക് ചികിത്സ കിട്ടണേ കോട്ടയത്ത് വരണമെന്നേ. ഇടുക്കി എന്ന് പറയുന്നതല്ലേ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ നാണ്യവിളകളുടെ ഒരു തലസ്ഥാനം എന്ന് പറയുന്നത്. വയനാടും ഓഫ് കോഴ്സ് അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ പറയുന്ന മനുഷ്യർ, തദ്ദേശീയർ വളരെ കുറവല്ലേ ഈ 2 ജില്ലകളിലും? തദ്ദേശീയരായിട്ടുള്ള ആളുകൾ കുറവാണ്. അവിടെ കുടിയേറ്റക്കാരാണ്. എന്തിനാണ് അവർ കുടിയേറ്റം നടത്തിയത്? അവരവിടെ പോയി അധ്വാനിച്ച് ആ മേഖലയെ കേരളത്തിൻ്റെ സാമ്പത്തിക നെടുന്തൂണാക്കി മാറ്റിയ, കഷ്ടപ്പെട്ട, നേരത്തെ താങ്കൾ പറഞ്ഞ കണക്ക് ആ തോട്ടത്തിൽ പണിയെടുത്തിട്ടൊരു ജീവിതം നിർമ്മിക്കുക മാത്രമല്ല അവർ ചെയ്തത്, ഒരു സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നിർമ്മിച്ചു. അപ്പോൾ അങ്ങനെയുള്ളൊരു ജനതയോട് നമ്മൾ കാണിച്ചിട്ടുള്ള വീഴ്ചകളുടെ ഒരു തുടർച്ചയിലാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിലൊരു വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധ അടിയന്തരമായി വേണ്ടി വരും. അത് ഈ കവളപ്പാറയും പുത്തുമലയിലും, കവളപ്പാറയിൽ 59 പേര് മരിച്ചു, 48 പേരെ കിട്ടി, 11 പേര് മിസ്സിംഗ്. അതെ. പുത്തുമലയിൽ 17 പേര് മരിച്ചു, 12 പേരെ കിട്ടി, 5 പേര് മിസ്സിംഗ്. പെട്ടിമുടിയിൽ 70 പേര് മരിച്ചു, 66 ബോഡി കിട്ടി, 4 പേര് മിസ്സിംഗ്. ഈ കണക്ക് അതുമായിട്ട് ചേർത്ത് വെച്ചാൽ എവിടെ നിൽക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. 400-ലേറെ പേർ മരിച്ചതായി സംശയിക്കുന്നു, 218 പേരുടെ ബോഡി കിട്ടി, ഇനി ഏകദേശം 200 പേരുടെ കിട്ടാനുണ്ട്. എന്ന് പറഞ്ഞാൽ കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ്. അതായത് സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തമാണെങ്കിൽ സമാനതകളില്ലാത്ത ഒരു പുനരധിവാസമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇതെല്ലാം ഉണ്ടാകുന്നൊരു പീരീഡ് കൂടിയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
ഒന്നുണ്ടാവുന്ന 2019 ഓഗസ്റ്റ് 8-ാം തീയതിയാണ്. ഏത് കവളപ്പാറയും പുത്തുമലയും. പെട്ടിമുടി ഉണ്ടാവുന്ന എപ്പോഴാണെന്നറിയോ? 2020 ഓഗസ്റ്റ് 6-ആണ്. ഓഗസ്റ്റ് മാസം 2 ദിവസത്തിൻ്റെ ഇടവേള. ഇതിപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്താണെന്നറിയോ? ജൂലൈ മാസം 30-ാം തീയതി, ഓൾമോസ്റ്റ് 8 ദിവസത്തിൻ്റെ ഇടവേള. അതായത് 10 ദിവസം, ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 8 വരെയുള്ള 10 ദിവസങ്ങളിലാണ് കേരളത്തെ പിടിച്ചുകുലുക്കിയ 3 വലിയ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിരിക്കുന്നത്. സോ ജൂലൈ ഓഗസ്റ്റ് എന്നുള്ളത് പ്രളയം ഉണ്ടാകുന്നത് ഓഗസ്റ്റ് ആ സമയത്താണ്. അപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ ഈ 300ഓളം വീടുകൾ പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞില്ലേ? ഒരു വീട്ടിൽ ശരാശരി 4-5 പേരും നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 1500 പേരിലെത്തും. പക്ഷെ 668 വീടുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിലുള്ള കണക്കിതാണ് 4833 പേർ ആ സ്ഥലത്ത് മാത്രം വിവിധ റെക്കോർഡ് പ്രകാരമുണ്ട് 1721 വീടുകളിൽ. അപ്പൊ ഇത്രയും ആളുകളിൽ എത്ര പേർ ബാക്കിയുണ്ടെന്നുള്ള കണക്കാണ് എടുക്കേണ്ടത്. അവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കണക്ക് പറയേണ്ട സമയമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെയുള്ള സ്ഥലങ്ങളിലെല്ലാം അത് എസ്റ്റേറ്റ് മേഖലയായതുകൊണ്ട് അവിടുത്തെ ലയങ്ങളിലാണ് ആൾക്കാർ താമസിച്ചിരിക്കുന്നത്. കൂടുതൽ ലയങ്ങൾ ഒത്തിരി ഞാൻ സ്മൃതി അവിടെ നിൽക്കുന്ന സമയത്താണ് ഈ മധ്യപ്രദേശുകാരെ ഇറക്കിക്കൊണ്ടുവരുന്നത്. ഞാൻ നോക്കുമ്പോൾ ഒരു 10-25 കുട്ടികൾ, 10-25 സ്ത്രീകൾ, ഈ 10-25 പുരുഷന്മാർ, ഇവരൊന്നിച്ചാണ് വരുന്നത്. അവർക്ക് തന്നെ അറിയില്ല അതിൻ്റെ അകത്ത് എത്ര പിള്ളേരുണ്ട്, എത്ര കുട്ടികളുണ്ടെന്ന്. അതിൻ്റെ അകത്തുനിന്നുള്ള ആൾക്കാർ ഞാൻ അവരെയാണ് ഈ പറഞ്ഞ് റെസ്ക്യൂ ചെയ്ത് കൊണ്ടിരുന്നത്. നേപ്പാളിൽ നിന്നൊക്കെയുള്ള ആളുകൾ അവർക്ക് ഭാഷ അറിയാത്തത് കൊണ്ട് അവരുടെ ഭർത്താവിനെ കാണാതെ പോയി. അങ്ങനെയാണ് അവരോട് ഞാൻ ആദ്യം സംസാരിക്കുന്നത്. നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ ഭർത്താവിനെ കിട്ടിയിട്ടാണ് ഞാൻ അവരെ, അതിനു മുൻപ് ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഇവരോട് സംസാരിക്കാൻ ആരുമില്ല. ഇവർക്ക് ഹിന്ദി കുറച്ചൊക്കെ അറിയാം. പിന്നെ ഇവർക്ക് അറിയാവുന്നത് അസമീസാണ്. എനിക്ക് അസമീസ് അറിയില്ല. പിന്നെ ഇവർക്ക് അറിയാവുന്ന ഹിന്ദിയിൽ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ വന്ന് യൂത്ത് ലീഗിൻ്റെ ആളുകളാണ് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ത്രീയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവർക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇവരെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് ഒരു കുഞ്ഞു ഇരിപ്പുണ്ട്, ഒരു പെൺകുഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ എവിടെ നിന്നാണ്, ഇവർ ക്യാമ്പിൻ്റെ വെളിയിലൊരു ഒരു ബെഞ്ചിൽ ഈ സ്ത്രീയും ഈ കുഞ്ഞും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ പിന്നീട് ഇവരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇവരുടെ ഭർത്താവ് ഈ ട്രീ വാലി റിസോർട്ടിൻ്റെ വശങ്ങളിൽ ക്വാർട്ടേഴ്സുകൾ ഉണ്ടായിരുന്നു. അതിന് താഴെയായി ചെറിയ ചെറിയ ക്വാർട്ടേഴ്സുകളോ വീടുകളോ ഉണ്ടായിരുന്നു. അതെല്ലാം ഒലിച്ചുപോയി. ഒലിച്ചുപോയി. ആ ഒലിച്ചുപോയ അതിലൊന്നിലായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, തൊട്ടടുത്ത് നിങ്ങൾക്കൊപ്പം മറ്റാളുകൾ ഉണ്ടായിരുന്നില്ലേ? അവരെല്ലാം പോയി. അതാണ് അവർ പറയുന്നത്. അവരെല്ലാം പോയി എന്ന് പറഞ്ഞാൽ അവർ ഒലിച്ചുപോയി എന്നാണ്. സുജയ, ഇതിൽ പലരുടെയും കണക്കുകളില്ല. എസ്റ്റേറ്റുകൾ പണിയെടുത്ത ആളുകളുടെ ഡോക്യുമെന്റ്സ് എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത ഒരാൾ പറഞ്ഞതെന്നറിയോ? അവിടുത്തെ തൊഴിലാളികൾ അവിടെ അങ്ങനെ ഡോക്യുമെൻറ്റ്സ് ഒന്നുമില്ല. ഇവരുടെ ആധാറും ഇവരുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസും ഈ മാനേജറെ ഏൽപ്പിക്കും. ആ മാനേജറുടെ കയ്യിൽ ഒരു കണക്കുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നമുക്ക് മാനേജറുടെ കയ്യിൽ കണക്കെടുക്കാം. മാനേജറില്ല. അതാണ് ആ മാനേജർ എന്ന് പറഞ്ഞാൽ ആ കണക്ക്. ഞാനൊരു കാര്യം പറയുന്നതെന്നറിയോ? നമ്മൾ ഈ മതസാമുദായിക സംഘടനേൻ്റെ വലിയ കാര്യം പറയുമല്ലോ, ഈ പറഞ്ഞ മതങ്ങളുടെ കാര്യം. അവിടുത്തെ അമ്പലം പോയി, പൂജാരി പോയി, പള്ളി പോയി, പള്ളിയുടെ ഇമാം പോയി. ആ പള്ളി, മറ്റേ പള്ളിയുടെ, ക്രിസ്ത്യൻ പള്ളിയുടെ സഭ നടത്തിയപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ ഭാരവാഹി. അപ്പം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറം ഞാൻ ഒരു കാര്യം പറയാൻ വന്നത്, നമ്മൾ ഈ പറഞ്ഞ സിസ്റ്റത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ഇതിന് യോജിക്കുന്ന ഒരു കാര്യമായിരിക്കും. ആദ്യത്തെ 5 ദിവസം നല്ല രീതിയിൽ ഭക്ഷണം കൊടുത്തു. സർക്കാർ എന്ത് പറഞ്ഞു? അവർ സർക്കാർ സിസ്റ്റത്തിലേക്ക് അത് മാറുകയാണ്. കാരണം ഈ ഭക്ഷണം കൊടുത്തത് സർക്കാർ സിസ്റ്റത്തിലേക്ക് മാറുകയാണ്. സർക്കാർ സിസ്റ്റത്തിലേക്ക് പറഞ്ഞു, തലേദിവസം രാത്രി പറഞ്ഞു, പിറ്റേ ദിവസം തുടങ്ങിയിട്ട് ആരും സാമൂഹിക പ്രവർത്തകരാരും ഭക്ഷണം കൊടുക്കണ്ട, സർക്കാർ സംവിധാനം ഭക്ഷണം കൊടുത്തോളൂ എന്ന് പറഞ്ഞു. കറക്റ്റാണ്. രാവിലെ 6 മണി തുടങ്ങി ഉച്ചയ്ക്ക് 11 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. 11 മണി കഴിഞ്ഞ് ഈ തെരച്ചിൽ കഴിഞ്ഞ് ഇറങ്ങി വന്ന ആൾക്കാർ ഭക്ഷണം ചോദിച്ചു, ഭക്ഷണമില്ല. അപ്പോൾ എന്തു പറഞ്ഞു? ബ്രേക്ക്ഫാസ്റ്റ് 11 മണി വരെയാ എന്ന് പറഞ്ഞു. 1 മണിയായി, തെരച്ചിലാരോട് 1 മണിയായപ്പോൾ ലഞ്ച് വരും. അപ്പോൾ ലഞ്ച് എത്രയാ? 1 മണിക്കാണ് ലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 2 മണിക്ക് അത് 3 മണി വരെയാ. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എത്രയാണ്? നിങ്ങൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് സമയം കഴിഞ്ഞ് വന്നാൽ നമ്മൾ ഇവിടുന്ന് ഫുഡ് എടുത്ത് തരാനാണ് എന്ന് ചോദിക്കുന്ന ലൈനിലേക്ക് അത് സിസ്റ്റമാണ്. ആ സിസ്റ്റം അങ്ങനെ ഉണ്ടാകുന്ന അതാണ് ഞാൻ ഇതിനെ യോജിച്ച് പറയുന്ന സംവിധാനം. അത് സർക്കാരിന്റെ തെറ്റല്ല. സർക്കാർ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. സർക്കാരിന് അവർക്ക് കണക്കുണ്ട്. ഇത്ര ഫുഡ് കൊടുക്കും, 2000, 5000, 10000 ഫുഡ് കൊടുക്കുമ്പോൾ. അപ്പോൾ ആ സിസ്റ്റത്തിലേക്ക് വരുന്നത് പോലെയാണ് നമ്മുടെ ഈ പുനരധിവാസം എന്ന് പറയുന്നത്. കാരണം വളരെ സുബലോലിതയോടെ രാവിലെ 6 മണിക്ക് കയറുമ്പോൾ ഫുഡ്, ഇറങ്ങുമ്പോൾ ഫുഡ്, ഏത് സമയം ഫുഡ്, നിൽക്കുന്നിടത്ത് ഫുഡ് കൊടുക്കുന്ന വെള്ളം ആൾക്കാർ ഇങ്ങനെ തരാൻ നിൽക്കുകയാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഒരു സുപ്രാത്തിൽ നിർത്തിയിട്ട്
നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരും. ഒരു കാര്യം കൂടി പറയാനുണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഇതൊരു ചെറിയ ഉദാഹരണം മതി. അത് സർക്കാരിന് തെറ്റല്ല, അത് സർക്കാരിന് തെറ്റല്ല, സിസ്റ്റത്തിലേക്ക് മാറിയതോട് പറയുന്നത്. ഒരു കാര്യമുണ്ട്, അതായത് ഇപ്പോൾ പറഞ്ഞല്ലോ, അവിടെ എല്ലാ സംവിധാനങ്ങളും ആ ക്യാമ്പിൽ കിട്ടുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് ക്യാമ്പാണ്. അവിടുത്തെ ഏറ്റവും നല്ല ഫുഡ്, ഏറ്റവും നല്ല സംവിധാനങ്ങൾ എല്ലാം കൊടുക്കുന്നുണ്ട്. ക്ലീനിങ് പക്കയാണ്, അതിനകത്ത് ഒരു സംശയമില്ല. അവിടുത്തെ നമ്മളിന്ന് കാണിച്ചല്ലോ, നമ്മുടെ ഹരിതകർമ്മസേനയിലെ ആളുകളൊക്കെ 1 മണിക്കൂർ 2 മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്തും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നേരത്തെ സ്മൃതി അത് പറഞ്ഞു, ഈ പോക്കറ്റിൽ ഒരു 50 രൂപ 100 രൂപ കിടക്കുമ്പോൾ ഒരു മനുഷ്യന് കിട്ടുന്ന ആത്മാഭിമാനം കോൺഫിഡൻസും ഉണ്ടല്ലോ, അത് പോയി. അതാ മനുഷ്യരില്ല. എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു മനുഷ്യൻ പറയാം, അയാൾ 29 വർഷം സൗദിയിൽ പണിയെടുത്തിട്ട് ഒരു വീട് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ പുറത്തിറങ്ങി വന്നത് ഇത് വേറെ ആരോ തന്നിരിക്കുന്ന ഒരു ഉടുപ്പ് ഒരു ഇതുമാണ്. എൻ്റെ കയ്യിൽ ATM ഇല്ല, എൻ്റെ കയ്യിൽ ആകെയുള്ള ഒരു 4600 രൂപ ബാങ്കിലുണ്ട്. ആ ബാങ്കിൽ പോയിട്ട് പൈസ എടുക്കണമെങ്കിൽ എൻ്റെ പാസ്ബുക്ക് ഉണ്ട്, എനിക്ക് നമ്പർ അറിയില്ല, പാസ്ബുക്കില്ല, ഒന്നുമില്ല, എൻ്റെ മൊബൈലില്ല, ഇത് ശേഖരിച്ച് വെച്ച വീടുമില്ല. ആ ഭാഗത്തൊരു മൺകൂനിയാണ്. എൻ്റെ മോൾ എൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോൾ എനിക്കൊരു എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരുടെ ചോദിക്കും? ഒരു മനുഷ്യൻ നിസ്സാര അവിടെയാണ് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ പോക്കറ്റ് മണി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കണം. ദിസ് ഈസ് ദ റൈറ്റ് ടൈം. രാജീവിനോട് കാര്യം ചോദിച്ചിരുന്നു, അതുകൂടെ ആലോചന. ദിസ് ഈസ് ദ റൈറ്റ് ടൈം. അത് അധിക തുകയൊന്നും പൈസയ്ക്ക് പൈസ വേണം. അത് കോൺഫിഡൻസ് ആണ്. ഒരു 2000 രൂപ നിങ്ങൾ അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. എന്തായാലും സർക്കാരിൻ്റെ ഫണ്ടിലേക്കൊക്കെ പണം വരുന്നുണ്ട്. അത് തീർച്ചയായും സർക്കാർ പരിഗണിക്കുമെന്ന വിശ്വാസത്തിൽ നമുക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കണം. കറക്റ്റ്. നമ്മൾ വിശന്ന് മരിച്ചിട്ട് ഭക്ഷണം കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അത് ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മൾ അരുണെ, ഞാൻ ഈ 5 ദിവസം അവിടെ നിന്നപ്പോൾ കണ്ടത് എന്താണെന്നറിയോ? 5 ദിവസം നിന്നപ്പം അവിടെ ആ റോഡിൻ്റെ അപ്പുറ സൈഡിലേക്ക് ഒരു 4 ജീപ്പുകളാണല്ലോ, 4-5 ജീപ്പുകളാണ് ആൾക്കാരെ മേലെ കൊണ്ടുവരുന്നു, താഴെ കൊണ്ടുവരുന്നു ചെയ്യുന്നതെല്ലാം. അപ്പം അതിൻ്റെ അകത്ത് ഒരു ജീപ്പ് ഓടിക്കുന്ന ആളുടെ 3 പേര് മരിച്ചിട്ട് ഒരു പയ്യനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ ആ ബഹളത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവനൊരു സിഗരറ്റ് വേണം. അപ്പം ഇങ്ങനെ സംസാരിക്കുന്ന ഇടയ്ക്ക് അവൻ ഭയങ്കര ടെൻഷനാണ്, ഇങ്ങനെ ഭയങ്കര എപ്രാളം കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പറ്റിയേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കൊരു സിഗരറ്റ് വേണം എന്ന് പറഞ്ഞു. നമ്മുടെ അടുത്ത് ആരെയും സിഗരറ്റില്ല, നമ്മുടെ കൂടെയുള്ള ആൾക്കാരും സിഗരറ്റില്ല. അപ്പം അവന് തിരിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നീ ഇപ്പോൾ സിഗരറ്റ് മേടിക്കുന്നത്. ജസ്റ്റ് പെട്ടെന്ന് പോക്കറ്റിൽ കൈയിട്ടപ്പോൾ എനിക്ക് കൈയിട്ടപ്പോൾ തന്നെ മനസ്സിലായി എന്താ സംഭവിക്കുക, നമ്മൾ സാധാരണ സംഭവിക്കുക എന്താണ്. അപ്പോൾ അതില്ല, വേഗം കൈയെടുത്തു, ഇല്ല കുഴപ്പമില്ല സാർ എന്ന് പറഞ്ഞു. ഇത് പറയുന്ന മൈൻഡ് സെറ്റിലേക്ക്, അത് ആ മൈൻഡ് സെറ്റിലേക്ക് വരാൻ പോവുകയാണ്. പോക്കറ്റിൽ കൈയിടുന്ന സമയത്തേക്ക് വരാൻ പോവുകയാണ്. ഈ പറഞ്ഞ സംവിധാനത്തിൽ നിന്ന് പോക്കറ്റിൽ കൈ, അപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങളിലേക്ക് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് ഇപ്പോൾ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആലോചിക്കാം ഏത് ലെവലിലാണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കാം എന്നുള്ളതാണ്. പുനരധിവാസം വേഗത്തിൽ വേണ്ട എന്ന ചോദ്യത്തിന് വേഗത്തിലല്ല അതിവേഗം വേണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു ടേക്ക്. അത് ഷോർട്ട് ടേം സെറ്റിൽമെൻറ്റ് വേണം, ചിതറിപ്പോകരുത്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ് വളരെ പെട്ടെന്ന് വേണം. ലോങ് ടേം സെറ്റിൽമെൻറ്റ് ഒരു ടൗൺഷിപ്പായിട്ട് ഉണ്ടാവുകയും വേണം. അതിന് റിപ്പോർട്ടർ TV പൂർണ്ണ മനസ്സോടുകൂടി സഹകരിക്കും. സർക്കാരിൻ്റെ ഏത് പ്രോജക്റ്റാണോ വയ്ക്കുന്നത് സർക്കാരിനൊപ്പം നമ്മളിപ്പോൾ മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും ഗൗരവത്തോടു കൂടി തന്നെ പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നത്തെ രാത്രിയിൽ എല്ലാ പ്രേക്ഷകർക്കും ഈ ദുരന്തങ്ങളുടെ തുടർച്ചയായ വാർത്തയാണല്ലേ നമ്മൾ പ്രേക്ഷകർക്ക് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വാർത്തകൾ വരുന്നു. പാരീസ് ഒളിമ്പിക്സ് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ, ബംഗ്ലാദേശ് അടക്കമുള്ള വാർത്തകൾ, മറ്റു വാർത്തകളിലേക്കും പോകണം. പക്ഷേ വയനാടിനൊപ്പം ഞങ്ങളുടെ റിപ്പോർട്ടർ വാർത്താ സംഘം തുടരും. അവിടെ നിന്ന് തത്സമയ വിവരങ്ങൾ പ്രേക്ഷകർക്ക് കൃത്യമായി തന്നെ ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കും. പ്രേക്ഷകർ തുടരുക. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി, സുഖനിദ്ര. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Meet the editors.